Hello, good evening. Welcome to 90 Plus India's first animated live tuition. So, എല്ലാവരും ക്യാമറ ഓൺ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ക്യാമറ ഓൺ ചെയ്താ എല്ലാവരും? ഞാൻ അധികം ഒച്ചെടുക്കില്ല, എനിക്ക് കോൾഡ് ആണ്. ക്യാമറ ഓൺ ചെയ്തോ? ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ഓക്കെ, വൈശാഖ്, ചിന്മയ, ചിന്മയ, ആരതി, അമൃത, ആദിൽ, ക്യാമറ ഓൺ ചെയ്യാ. ആരൊക്കെ ഈ തവണ മലയ്ക്ക് പോകുന്നുണ്ട്? ശ്രീരാഗ്, നിങ്ങൾക്ക് പോകാൻ പറ്റില്ലല്ലോ. ഐ മീൻ ശ്രീരാജ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാനും പോകുന്നുണ്ട്. ഞാൻ ഇന്ന് മാലയിട്ടു. ഗുഡ് ഈവനിങ്. കണ്ട ഞാൻ മാലയിട്ടു. എന്ന് കരുതി ചീത്ത പറയലെന്ന് വിചാരിക്കണ്ട. ദോഷമാണ് ബൈ. ദോഷേ ദോഷമാണ്. ദോഷം അത് ഞാനങ്ങനെ സഹിച്ചു. പിന്നെ വേറെന്തുണ്ട്? നിങ്ങൾ പഠിച്ചു തുടങ്ങിയോ വല്ലതും? ഇന്ന് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ താമസിച്ചു പോയി. എവിടെയാണ് പോയി താമസിച്ചത്? എങ്ങനെയുണ്ട്? സോറി, പെട്ടെന്ന് പോയത്. ബിബിൻ പറയൂ, എന്താണ് പ്രശ്നം? യെസ്, ഗുഡ് ഈവനിങ്. എരുമേലിയില്. ഓക്കെ, നിന്റെ വീട് എവിടെയപ്പോ? കണ്ണിമല. അതെവിടെയായിട്ട് വരും? ഓ, മീൻസ് അപ്പൊ ആ ഒരു റൂട്ടാണല്ലേ? ഓക്കെ ഓക്കെ. ഞാന് പോകുന്ന ദിവസം രാത്രി. ഓക്കെ, അപ്പൊ നിനക്കിപ്പോ മീൻസ് ആ വഴി ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നിനക്ക് കാണാൻ പറ്റുമോ ആൾക്കാരെ? ഓക്കെ ഓക്കെ. ഞാൻ പോവാണെങ്കിൽ മീൻസ് പോകുമ്പോ ഞാൻ പറയും. ഓക്കെ. യെസ് ഐശ്വര്യ, സ്വാമി ശരണം. യെസ് സാർ, ഗുഡ് ഈവനിങ്. അഫ്രാജ് സാറിന് എന്തു പറ്റിയതാണ്? അഫ്രാജ് സാറ് ഇന്നലെ ചെറിയൊരു ആക്സിഡന്റ് ഉണ്ട്. ആക്സിഡന്റ് മീൻസ് നോട്ട് മച്ച് സിവിയർ അല്ല, ജസ്റ്റ് ഒരു 1.5 വീക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറഞ്ഞു. ഐ മീൻ 1.5 വീക്ക് അല്ല, 6 വീക്സ്, അതായത് 1.5 മന്ത് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഡോക്ടർ. ജസ്റ്റ്
കാൽമേക്ക് ഇങ്ങനെ ഇടിച്ചു, മീൻസ് ഓപ്പോസിറ്റ് വന്ന വണ്ടി സാറിന്റെ കാൽമേക്ക് ഇങ്ങനെ ഇടിച്ചു, അത്രേ ഉള്ളൂ. വേറെ സർജറി അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട, റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വെച്ച് ചാലക്കുടിയിൽ തന്നെ രാത്രി 10-10:30 ഉണ്ടായപ്പോൾ. ക്ലാസ് ഉണ്ടാവില്ലേ മാത്സ്? ക്ലാസ് ഉണ്ടാവും, സാർ എടുക്കില്ലെന്ന്. റോട്രിക്സ് ഹായ് ഹായ്, നിന്റെ ക്യാമറ ശരിയായോ? നിന്നെയല്ല അന്ന് വിളിച്ചാൻ കുടഞ്ഞു അവിടെ ക്ലാസ്സിലിട്ട്, നിന്നെയല്ല അന്ന് ചീത്ത പറഞ്ഞു ഞാൻ ക്ലാസ്സില്, അല്ലേ? ഞങ്ങളുടെ സ്കൂളിൽ ഒരു ആണോ, ഐ മീൻ +2 പഠിക്കുന്ന ചേട്ടൻ ആണോ, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. എന്നിട്ട് എന്ത് പറ്റി? ഐ മീൻ ജസ്റ്റ് ആക്സിഡന്റ് ആയി എന്നാണ് ഉദ്ദേശിച്ചത്, ഇഷ്യൂസ് ഒന്നുമില്ല. ആണോ, ഓക്കെ ഓക്കെ. അപ്പോ നിങ്ങൾ വണ്ടി എടുക്കുന്നവരായിരിക്കും ഓൾമോസ്റ്റ്, അപ്പോ ബുദ്ധി ഉപയോഗിച്ച് വണ്ടി ഓടിക്കും. ആൻഡ് ജോയൽ, ഏത് ലാബിൽ നിന്ന് നീറ്റ് വന്ന്? നീ ഏത് ലാബിൽ നീറ്റ് വന്ന്? നീ ഏത് സുവോളജി ലാബിൽ നീറ്റ് വന്നേന്ന്? എന്തോ? പിന്നെ എവിടെ വന്ന നീ? ഓക്കെ ഓക്കെ ഓക്കെ. ഞങ്ങൾക്ക് കോൽക്കളിയിൽ ഫസ്റ്റ് കിട്ടി. യെസ്, റോട്രിക്സ് കളിച്ചിട്ടുണ്ടോ? കളിക്കാൻ പോകണ്ടോ? ആണോ? തെയ് കളിച്ചോ എന്ന് വെച്ചാ എന്താ? തെയ് കളിച്ചോ എന്ന് വെച്ചാ എന്താ? തെയ് കളിച്ചോ, മിൻഫോ. ഇവിടെ ഓക്കെ, യെസ്, ഓക്കെ. ആ പിന്നെ എന്താണ്, ഏത് പാട്ടാ? ഒരു പാട്ട് പാടി, കോൽക്കളി ഒരു പാട്ട് പാടി. അത് പറ്റില്ല. ഞങ്ങളുടെ സ്കൂളാണ് ഓവറോൾ റണ്ണർ. അടിപൊളി അടിപൊളി. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഏത് ചാപ്റ്റേഴ്സാ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഇന്ന് പറഞ്ഞിരുന്നു 2 ചാപ്റ്റേഴ്സ്, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷനും അതേപോലെ ബൈനോമിയൽ തിയറം. ഈ 2 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? നോക്കിയിട്ടില്ലേ? കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരണം, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിവൈസ് ചെയ്തിട്ടല്ല വന്നിരിക്കുന്നേ? അതെ, എന്റെ സീനിയർ എന്റെ സീനിയറിന്റെ സീനിയർ. സോ ഒട്ടും ടൈം കളയേണ്ടത്. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത്, അല്ലെ? 2 പാർട്ടാക്കിയിട്ട്, പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടാവും, ദെൻ കോമ്പിനേഷൻസ് എന്ന് പറയുന്ന മറ്റൊരു ഏരിയ ഉണ്ടാവും. അപ്പൊ പെർമ്യൂട്ടേഷൻസിൽ എന്താ മക്കളെ പറയുന്നത്? അറേഞ്ച്, അല്ലെ? സംതിങ് അറേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ. അത് മേ ബി പേരുകളാവാം, ലെറ്ററുകളാവാം, എന്ത് വേണമെങ്കിലും ആവാം, അല്ലെ? അറേഞ്ച്മെന്റ്സ് ആണ് എന്ത് പറയുന്ന പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? റെയ്നൽ, കാൺ ഹിയർ. ഹലോ, യെസ്. ക്യാമറ ശരിയായോ നിന്റെ? നീ അന്ന് എങ്ങോട്ടാ പോയ? ലെഫ്റ്റ് ആയി പോയത്? എന്തെടുക്കാൻ പോയതാ നീ? ഞാൻ വിളിച്ചപ്പോ തന്നെ നിന്റെ കറണ്ട് പോയോ അവിടെ? ഞാൻ നിന്നെ വിളിച്ചു, റോട്ടറിക്സ് അല്ല ഇത് റെയ്നൽ, നീ എഴുതി നോട്ട് അയച്ചു തരാൻ പറഞ്ഞു, അപ്പൊ തന്നെ കറണ്ട് പോയ? ഓ, നിനക്ക് നല്ല ഭാഗ്യമാണല്ലോ. ഇങ്ങനെ കറണ്ട് പോണ ആരെങ്കിലും ഉണ്ടോ വേറെ അവിടെ? എന്റെ റെയ്നല്ലേ, നിന്നേല് പൂല കൂടായ്പായിരുന്നു ഞാൻ. അപ്പൊ എനിക്കെല്ലാം മനസ്സിലാവും.
അല്ല, എന്നെ കണ്ട മൂത്ത് ചോദിച്ചല്ലേ ഭൂല കൂടായിപ്പ ഇല്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. അപ്പൊ എന്താ ഉത്തരം എല്ലാവരും? ഓക്കെ. സോ അപ്പൊ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞോട്ടെ, ഞാൻ നിങ്ങളെ കൂടെ ടൈപ്പായിരുന്നു, എന്നിട്ട് ഞാൻ ഈ നിലയിലെത്തി. എന്തായാലും നിങ്ങൾ ടൈപ്പ് ആവണ്ട, ഈ നിലയിലെത്തി വിചാരിക്കണ്ട കേട്ടോ. സോ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ. സോ ഫസ്റ്റ് പറഞ്ഞ മാതിരി എന്താ, പെർമ്യൂട്ടേഷൻസിൽ അറേഞ്ച് ചെയ്യുക, സംതിങ് അറേഞ്ച് ചെയ്യുക. സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ നമുക്ക് പോവാം. അപ്പോ ചെറിയൊരു ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാം. അപ്പൊ അതെങ്ങനെയാണ് പരിചയപ്പെടാം. പെർമ്യൂട്ടേഷൻസ് എങ്ങനെയാണ് വരുന്നത്? സപ്പോസ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി 3-digit ഈവൻ നമ്പേഴ്സ് can be formed through the digits 1, 2, 3, 4, 5, 6 if the digits can be repeated. എന്താണ് 1, 2, 3, 4, 5, 6 എന്ന് പറയുന്ന ഈ 6 ഡിജിറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഒരു 3 ഡിജിറ്റ്, വെറുതെ ഒരു 3 ഡിജിറ്റ് ഉണ്ടാക്കിയാൽ മതിയോ? പോരാ, 3 ഡിജിറ്റ് ഈവൻ നമ്പർ ക്രിയേറ്റ് ചെയ്യണം, ഈവൻ നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തായിരിക്കും, ഇത്ര മീൻസ് ഹൗ മച്ച് നമ്പേഴ്സ് ക്യാൻ ബി, എത്ര നമ്പേഴ്സ് നമുക്ക് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? നമ്മൾ എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യുക? ആദ്യം 3 ഡിജിറ്റ് നമ്പർ ആണ് വേണ്ടത് അല്ലെ? അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഒരു 3 ഡിജിറ്റ് നമ്പർ ആണ് നമുക്ക് വേണ്ടത് അല്ലെ? അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് 1, 2, 3, 4, 5, 6 ആണ്. ഈ പറയുന്ന 6 ഡിജിറ്റുകളാണ്. ആൻഡ് റിപ്പീറ്റ് ചെയ്യാം. അതായത് എനിക്കിപ്പോ ആദ്യം ഞാൻ ഇവിടെ ഒന്ന് ഉപയോഗിച്ചാൽ എനിക്ക് വീണ്ടും ഇവിടെ ഒന്ന് ഉപയോഗിക്കാം, ഒരു പ്രശ്നമില്ല, ആരും ഒന്നും പറയില്ല. പിന്നെ ഒരു ഈവൻ നമ്പർ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലെ? അപ്പോൾ നമ്മൾ എന്താണ് അവിടുത്തെ, അങ്ങനെയാണോ ഷാഹിദ് എന്ന് ആലോചിച്ച് നോക്കി. ഈവൻ നമ്പർ ആണെങ്കിൽ ഈ ലാസ്റ്റ് പൊസിഷൻ, ഇത് ഫസ്റ്റ് വൺസ് ആണ്, ഇത് വൺസ് ആണ്, ഇത് എന്താണ്, ഇത് വൺസ് ആണ്, ഇത് ടെൻസ് ആണ്, ഇവിടെ 100 പൊസിഷണൽ നമ്പർ ആണ്. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് ഡിജിറ്റ് വൺസിന്റെ അവിടെ ഏതൊക്കെ നമ്പേഴ്സ് വരാം? നിങ്ങൾ ഏതൊരു ഈവൻ നമ്പർ എടുത്താലും നോക്കുക. ഇപ്പോ എന്താണ് 312 അല്ലെ? എന്താണ്, ഇതൊരു ഈവൻ നമ്പർ ആണ്, പക്ഷെ ഈ 3 1 ഓഡ് നമ്പർ ആണ്, പ്രശ്നമില്ല. അപ്പൊ എന്താണ്, വേറെ നമ്പർ എടുത്തോ, 552 അല്ലെ? 5 എന്താണ്, ഓഡ് നമ്പർ ആണ്, ബട്ട് 2 ഈവൻ ആണ്. ഇനി 468, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. 468 മൂന്നും എന്താണ്, ഈവൻ ആണ് അല്ലെ? പക്ഷെ അത് ഫൈനലി വന്നപ്പോഴും ഒരു ഈവൻ നമ്പർ ആയി. അപ്പൊ നമുക്ക് ഈ വൺസിന്റെ പൊസിഷനിൽ എന്ത് വരണം? എന്തായാലും ഒരു ഈവൻ നമ്പർ വന്നാൽ മാത്രമേ അത് എന്താവുള്ളൂ. 315 ഇത് ഈവൻ ആണോ? അല്ല. എന്തുകൊണ്ടാ? ലാസ്റ്റ് 5 വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ വൺസിന്റെ പൊസിഷനിൽ എന്ത് വരണം? എപ്പോഴും നമ്മുടെ ഈവൻ നമ്പേഴ്സ് വരണം. അതായത് നമുക്ക് ഈ തന്നിരിക്കുന്ന ഇത്തരം നമ്പറുകൾ ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2, 4, 6 ആണ്. അപ്പൊ ഈ വൺസിന്റെ അവിടെ വരാൻ പാടുള്ള നമ്പറുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താ? 3 ആണ്. 2 വരാം, 4 വരാം, 6 വരാം. ഇനി ടെൻസിന്റെ അവിടെയോ 1, 2, 3, 4, 5, 6 ഏത് വന്നാലും കുഴപ്പമില്ല അല്ലെ? അപ്പൊ എന്തുകൊണ്ടാ അവിടെ ഏത് വന്നാലും കുഴപ്പമില്ല. സോ എനിക്ക് 1 മുതൽ 6 വരെയുള്ള ഏത് നമ്പർ വേണമെങ്കിലും അവിടെ ഉപയോഗിക്കാം. സോ എനിക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന നമ്പറുകളുടെ എണ്ണം എന്ന് പറയുന്നത് 6 ആണ്. എഗെയിൻ 100ത്തിലോ അവിടെയും എനിക്ക് ഉപയോഗിക്കാം. റിപ്പീറ്റേഷൻ അലൗഡ് ആണ്, അതുകൊണ്ട് എനിക്ക് ഉപയോഗിച്ച ആളെ വീണ്ടും ഉപയോഗിക്കാം, നോ പ്രോബ്ലം. ഇപ്പൊ എന്ത് വന്നു? 1, 2, 3, 4, 5, 6 എവിടെ ഉപയോഗിക്കാം? എനിക്ക് ഈ 100ത്തിൽ ഉപയോഗിക്കാം. സോ അവിടെയും എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നമ്പറുകളുടെ എണ്ണം 6 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര നമ്പേഴ്സ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? എല്ലാവരെയും മൾട്ടിപ്ലൈ ചെയ്യാം. 6 × 6 × 3 ഇത് വന്നു 108. 108 ആണ് എനിക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന നമ്പറുകളുടെ. ക്ലിയർ ആയോ? ഇങ്ങനെ അറേഞ്ച് ചെറിയ മാർക്കിനൊക്കെ ചോദിക്കാം, പെർമ്യൂട്ടേഷൻസിന് ചോദിക്കാം. ഓക്കെ. ഇനി പെർമ്യൂട്ടേഷൻ കഴിഞ്ഞാൽ കോമ്പിനേഷനിലോട്ട് വരുവാണെങ്കിലോ, അപ്പൊ ഇതൊക്കെ തന്നെയാണ് പെർമ്യൂട്ടേഷനിൽ വരുന്നത്, അറേഞ്ച് ചെയ്യുക. പിന്നെ പെർമ്യൂട്ടേഷൻ കഴിഞ്ഞില്ല അല്ലെ? NPR ഇക്വേഷൻ എന്താ? n ഫാക്ടോറിയൽ. NPR ഇക്വേഷൻ എന്താ?
NPR എന്ന് പറഞ്ഞാൽ എന്താ? n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ. NPR എന്ന് പറഞ്ഞാൽ എന്താ? n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ. ക്ലിയർ? പിന്നെ ഇതൊക്കെ അറിയാലോ, ബേസിക് കാര്യങ്ങള്. 0 ഫാക്ടോറിയൽ 1 ആണ്. n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോ n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ, അങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. പിന്നെ എന്ത് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള? n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? നോർമൽ 1 മുതൽ n വരെയുള്ള നമ്പറുകളെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5. ഓക്കെ, ജസ്റ്റ് ബേസിക് തിങ്സ് ആണ് ഫാക്ടോറിയൽ എന്ന് പറയുന്ന നൊട്ടേഷൻ വെച്ചിട്ട് പറയുന്നത്. പിന്നെ നമുക്കറിയാം വോവൽസ് കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ കോമൺ ആയിട്ട് പറഞ്ഞാല് എന്താ? പെർമ്യൂട്ടേഷൻസ് വെൻ ഓൾ ദ ഒബ്ജക്ട്സ് ആർ നോട്ട് ഡിസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നു? ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാർ ഡിവൈഡഡ് ബൈ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കൗണ്ട് വെച്ചിട്ട് ഫാക്ടോറിയൽ കണ്ടുപിടിക്കുക. നമുക്ക് പ്രോബ്ലം വരുമ്പോൾ നോക്കാം. അതൊക്കെയാണ് പെർമ്യൂട്ടേഷനിൽ വരുന്നത്. പിന്നെ ആർ കണ്ടുപിടിക്കാനും പി കണ്ടുപിടിക്കാനൊക്കെ ഉള്ള ഇതുപോലത്തെ കൈൻഡ് ഓഫ് പ്രോബ്ലംസും ചോദിക്കാം. ഓക്കെ, അഗൈൻ കോമ്പിനേഷനിൽ എന്താ? അറേഞ്ച് ചെയ്യുക അല്ലെ, സംതിങ് എന്തെങ്കിലും അറേഞ്ച് ചെയ്യാം, സോറി സെലക്ട് ചെയ്യുക അല്ലെ. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അറേഞ്ച് ചെയ്യുക. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സെലക്ട് ചെയ്യുക അല്ലെ, ചൂസ് ചെയ്യുക, സെലക്ട് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും കേസ് പറയുന്ന ആൾക്കാർ നമ്മളവിടെ ഉപയോഗിക്കും, കോമ്പിനേഷൻസിൽ ഉപയോഗിക്കും. അവിടെ NCR, മറ്റെവിടെ NPR ആണെങ്കിൽ ഇവിടെ എന്താ? NCR. ഇക്വേഷൻ എന്താ? താഴെ ഒരു R ഫാക്ടോറിയൽ കൂടും, അത്രേ ഉള്ളൂ. സോ NCR ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ R ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് R ഫാക്ടോറിയൽ അല്ലെ. ഇനി NPR-ഉം NCR-ഉം തമ്മിലുള്ള റിലേഷൻ ഒക്കെ നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം. എന്ത്? NPR എന്ന് പറഞ്ഞാൽ എന്താ? ഒരു R ഫാക്ടോറിയൽ കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു NCR-നെ, കോമ്പിനേഷനൊപ്പം എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ തിരിച്ച് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത് എന്താണ്? ഒന്നുകിൽ ഇങ്ങനെ, അല്ലെങ്കിൽ NCR ഈക്വൽ ടു NPR ബൈ R ഫാക്ടോറിയൽ, എങ്ങനെ വേണമെങ്കിലും പറയാം. പിന്നെന്ത് നമുക്ക് ഇവിടെ പഠിക്കാനുള്ള? കോമ്പിനേഷനിൽ എഗെയിൻ അവിടെ ചെയ്ത പോലെ R കണ്ടുപിടിക്കുന്നതോ N കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് ചോദിക്കാം. പിന്നെ സെലക്ട് ചെയ്യുന്ന ചൂസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് പ്രോബ്ലംസും ചോദിക്കാം അല്ലെ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഇത്തരം കാര്യങ്ങളെ പഠിക്കാനുണ്ട്. രണ്ട് കാര്യങ്ങളുള്ളൂ, പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ. പെർമ്യൂട്ടേഷനിൽ എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ, അതിന് റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ്. കോമ്പിനേഷനിലാണെങ്കിൽ അതിനെ ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ് പ്രോബ്ലംസ്. ഇത്രയും 2 കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുള്ളൂ. അതിൽ തന്നെ ഒരുപാട് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ടെക്സ്റ്റിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്കറിയാം അല്ലെ. ഏതെങ്കിലും ഒരു ലെറ്റർ തന്നിട്ട് ലെറ്ററിലെ അറേഞ്ച്മെന്റ്സ് ചോദിക്കാം. പിന്നെന്താ? അവിടെ വവൽസ് ഒരുമിച്ച് വരുമ്പോൾ ഉണ്ടാവുന്ന അറേഞ്ച്മെന്റ്സ്, വവൽസ് ഒരുമിച്ച് വരാതെ ഉള്ള അറേഞ്ച്മെന്റ്സ്, അങ്ങനത്തെ ഒരുപാട് ഡിഫറെന്റ് കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ഒരുപാട് നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട്, റെഗുലർ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതെല്ലാം ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ ചെയ്യിപ്പിച്ചത്. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം? Find the number of arrangements of the letters of the word trigonometry. First question ആണ്, how many of these arrangements do the words start with the T and do all the vowels occur together? Question എഴുതാം. സാർ കാർഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാമോ? പിന്നെന്തായാലോ ചെയ്യാലോ. ക്വസ്റ്റ്യൻ എഴുതാം. നിങ്ങൾക്ക് റിവിഷനൊക്കെ തുടങ്ങിയോ സ്കൂളില്? എന്തെങ്കിലും അത് മാത്രമേ ഉള്ളൂ അല്ലേ? ശല്യാണെന്നല്ലേ? ഓക്കെ, എന്താണ് ഇന്ന് ഏതായിരുന്നു റിവിഷൻ? വേഗയ്ക്ക് എന്ത് പറ്റി? പോണ്ട, എന്തിനാ വെറുതെ. ഓക്കെ, ഓഹോ, ഓക്കെ ഓക്കെ, അന്ന് എവിടെയെങ്കിലും പോയി വിളിച്ചിരിക്കും. അല്ല, എന്താണ്, എന്താ ഇവിടെ സംഭവം? കേക്കട്ടെ, എന്താ ഇവിടെ നടക്കണെന്ന് നോട്ടെ. കൊച്ചു കേരളത്തിൽ
കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ അല്ലേ? ഭാരതി ഇവിടെ തൃശ്ശൂരായിരുന്നു ആറ്റിക്കുന്നത് അല്ലേ? ഓക്കെ, എങ്ങനെയുണ്ട് ഞങ്ങളുടെ തൃശ്ശൂർ ഭാഷ? പേടിക്കണ്ട, വാങ്ങിച്ചോളൂ കേട്ടോ. പഠിച്ചു പോയാൽ പറയാ, കഴിഞ്ഞില്ലേ, ടെൻഷൻ അടിക്കണ്ടല്ലോ. ഐ മീൻസ് ഇപ്പൊ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെച്ചാൽ ഫൈനൽ എക്സാമിന് നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മറച്ചു വെക്കാൻ മതി. അല്ലെങ്കിൽ നിങ്ങൾ അവസാനം ആവുമ്പോൾ പഠിക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല. വാങ്ങിച്ചു കൂട്ടാന്ന്, അതന്നെ അതന്നെ, വാങ്ങിച്ചു കൂട്ടാണ്. അവരിങ്ങനെ വാരിക്കോരി തരുമല്ലേ അല്ലേ? ഓക്കെ, ഇത് ചെയ്തോ, വേൻ ചെയ്തോ. എന്ത് ചെയ്യാ? ഇവൾ തൃശ്ശൂർ കുട്ടി തന്നെ. പ്രിയ കോട്ടയല്ലേ? അല്ലേ? അല്ലെങ്കിൽ അല്ല. ടൈം ടേബിൾ വന്നു. 15th ലാംഗ്വേജ്, 16th ഇംഗ്ലീഷ്, 17th ഓക്കെ ഓക്കെ. മീറ്റു എന്ന് 5 എറണാകുളം. ഓക്കെ, സോ ഫൈൻഡ് ദി നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് ദി ലെറ്റർ ഓഫ് ദി വേർഡ് ട്രിഗണോമെട്രി എന്ന് പറയുന്നത് ഇവിടെ അല്ലെ. ഇപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ട്രിഗണോമെട്രി ടോട്ടൽ n എത്രയാന്ന് കണ്ടുപിടിക്കുക. മീൻസ് എത്ര എന്താണ് ആൽഫബറ്റ് യൂസ് ചെയ്തിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എണ്ണിക്കോ, ട്രിഗണോമെട്രിയിൽ എത്ര പേരുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 അല്ലെ. അപ്പൊ n എന്ന് പറഞ്ഞാൽ 12 ആണ്. ടോട്ടൽ അവിടെയുള്ള ആൾക്കാരുടെ എണ്ണം, ആൽഫബറ്റുകളുടെ എണ്ണം 12 ആണ്. ഇനി ഓരോ ആൾക്കാരും എത്ര വീതം ഉണ്ടെന്ന് എഴുതാം. ഫോർ എക്സാമ്പിൾ ടി എടുത്തോ, ഇതിവിടെ മാറ്റി വെച്ചോ. ടി എടുക്കുകയാണെങ്കിൽ ട്രിഗണോമെട്രി 2 ഉണ്ട് അല്ലെ. R എടുത്തോളൂ, ട്രിഗണോമെട്രി എഗെയിൻ 2. ഐ എടുത്താൽ അത് 1. ജി എടുത്താൽ 1. O എടുത്താൽ അത് 2. എൻ എടുത്താൽ അത് 1. M 1. E 1. Y 1. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുക, എല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കുക. 2 + 2 4, 4 + 2 6, 6 + 2 8, 8 + 4 12. കറക്റ്റ് അല്ലേ? n ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 12 കിട്ടി. ഹലോ, യെസ് പറഞ്ഞു. ടീച്ചർ ലീവ്, ടീച്ചർ ലീവ്. യെസ്, യെസ്, അൺവെൽ ടീച്ചർ. ഓക്കെ ഓക്കെ, സോ ഇത് എഴുതി. ഇനി എന്താ ചെയ്യണ്ടേ? ഓരോ കേസുകൾ എടുക്കുക. അതായത് നോർമൽ ഇവരെല്ലാവരെയും എന്ത് ചെയ്യണ്ടേ? താഴേക്ക് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യണ്ടേ. അതായത് ഈ ഒരു പ്രോപ്പർട്ടി, ഏത് പ്രോപ്പർട്ടി? ഇവിടെ പ്രോപ്പർട്ടി, ഈ ഒരു പ്രോപ്പർട്ടി, ഈ പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ടോട്ടൽ എത്ര ആൾക്കാരുണ്ടോ അതിനെ P1 ഒബ്ജക്റ്റ് ഇത്ര എണ്ണം ഉണ്ട്, P2 ഒബ്ജക്റ്റ് ഇത്ര എണ്ണം ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫാക്ടേഴ്സ് ഫാക്ടോറിയല് ഡിനോമിനേറ്ററിൽ കണ്ടുപിടിക്കുക. സോ അതേപോലെ ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ അറേഞ്ച്മെന്റ് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എന്താണ്? P1 ഫാക്ടോറിയൽ, P2 ഫാക്ടോറിയൽ, P3 ഫാക്ടോറിയൽ, അങ്ങനെ പോകും. സോ 12 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, ഇവിടെ ശരിക്കും ഒന്നിൽ കൂടുതലുള്ള ആൾക്കാരെ ഫാക്ടോറിയൽ ആക്കി എഴുതിയാൽ മതി. 1 ഫാക്ടോറിയൽ എഴുതി വെറുതെ ടൈം കളയണ്ട. അതായത് 2 ഫാക്ടോറിയൽ, എഗെയിൻ 2 ഫാക്ടോറിയൽ, എഗെയിൻ 2 ഫാക്ടോറിയൽ, പിന്നീടൊക്കെ 1 ഉള്ളൂ. അപ്പൊ 1 ഫാക്ടോറിയൽ എന്ന് എഴുതി വെറുതെ സമയം കളയണ്ട. അപ്പൊ ഒന്നിൽ കൂടുതലുള്ള ആൾക്കാരെ ഇതേപോലെ ഫാക്ടോറിയൽ ആക്കി എഴുതാം. ക്ലിയർ? ഇനി എന്ത് ചെയ്യാം? ഇതിനെ എന്തായാലും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു ഒരു എന്താ പറയാ, ഒരു ഇൻറ്റീജർ ആയിരിക്കും കിട്ടുന്നത്. ഇൻറ്റീജർ മീൻസ് ഒരു ഹോൾ നമ്പർ ആയിരിക്കും കിട്ടുന്നത്. സോ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആ നമ്പർ ആയിരിക്കും. സോ നിങ്ങൾ ഒന്നുകിൽ ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഫാക്ടോറിയൽ വെച്ച് നിങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ച് കളയാം. ഓക്കെ, ഐ തിങ്ക് ടൈം ലാഭിക്കാനാണെങ്കിൽ എന്ത് ചെയ്യാം?
കാൽക്കുലേറ്റർ എടുക്കുക, 12 ഫാക്ടോറിയൽ എന്ന് അടിക്കുക, ഈ സൈൻ കൊടുക്കുക, ബ്രാക്കറ്റ് ഇടുക, 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പൊ ആൻസർ കിട്ടും. എന്ത് വരും നോക്കി? എത്ര കിട്ടി? വെറുതെ 12 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ അങ്ങനെ ചെയ്ത ഉത്തരം വേറെ കിട്ടാൻ പോണേ. ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം. 12 ഫാക്ടോറിയൽ ഇടുക, ഡിവിഷൻ ഹരണം കൊടുക്കുക, ബ്രാക്കറ്റിന്റെ ഉള്ളിൽ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ കൊടുക്കുക. എന്ത് വന്നു ആദ്യം? പോലും എന്ത് വന്നു? എന്ത് വന്നു? ഓക്കെ, ഇതാണ് ടോട്ടൽ അറേഞ്ച്മെന്റ് ഓഫ് ദി വേർഡ് ട്രിഗണോമെട്രി എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹൗ മെനി ഓഫ് ദീസ് അറേഞ്ച്മെന്റ്സ് ഡു ദി വേർഡ് സ്റ്റാർട്ട് വിത്ത് ടി? ടി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എന്താണ് എത്ര വേർഡുകളാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, നമുക്ക് ടി വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ടോട്ടൽ നിങ്ങൾ ആലോചിക്കുക, 12 ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അല്ലെ, 12 എണ്ണുകളുള്ള. സോ ഈ 12 എണ്ണുകൾ നിങ്ങൾ ക്രിയേറ്റ് ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്? ടി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ബാക്കി 1 2 3 4 5. ഇവിടെ നോക്കാം, നമുക്ക് എന്താണ് 12 ആൾക്കാരുള്ള ഇവിടെ അല്ലെ. അതില് ഈ ഫസ്റ്റത്തെ ആള് അത് ടി വെച്ച് തുടങ്ങണം എന്ന് പറയുന്നുണ്ട് ഓൾറെഡി. ബാക്കി നമുക്ക് എത്ര പേരുടെ കാര്യങ്ങൾ നമുക്ക് നോക്കണം ഇവിടെ? ബാക്കി 11 പേരുടെ കാര്യങ്ങൾ ഇവിടെ നോക്കണം ആണല്ലോ. ക്ലിയർ ആയോ? നമുക്ക് എന്താണ് ടി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേർഡ്സ് ക്രിയേറ്റ് ചെയ്യണം. സോ ഇതില് ഫസ്റ്റത്തെ ആൾ അവിടെ ഫിക്സ്ഡ് ആണ്, കാരണം എന്താ അവർ ഓൾറെഡി പറയുന്നുണ്ട് ടി വെച്ച് അവിടെ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള 11 പേരുടെ ദെൻ അറേഞ്ച്മെന്റ്സ് ആണ് നമുക്ക് നോക്കണ്ടേ. ഓക്കെ, അപ്പോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ 11 പേരുടെ കേസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. 11 പേരുടെ കേസ്, കാരണം എന്താ, ഈ ഒരാളുടെ കാര്യം കണ്ടുപിടിക്കണ്ട, അയാൾ അവിടെ ഫിക്സ്ഡ് ആണ്. നിങ്ങൾ ബാക്കിയുള്ള കാര്യം കണ്ടുപിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ ഇവിടുത്തെ എൻ എന്ന് പറയുന്നത് എന്താ? ബാക്കി എത്ര പേരുടെ കാര്യം കണ്ടുപിടിക്കണം? 11 പേരുടെ കാര്യം കണ്ടുപിടിക്കണം. സോ ഇവിടുത്തെ എൻ ഫാക്ടോറിയൽ, എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വന്നു? 11 വന്നു. ക്ലിയർ? ഇനി താഴെ അഗെയിൻ താഴെ എന്താ? റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരെ എഴുതുക അല്ലെ. അപ്പൊ 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എന്ത് വരും? തിരിച്ചു പോവാ. ഓരോ ആൾക്കാരും എത്ര തവണയുണ്ട് എന്ന് നമ്മൾ നോക്കുന്നു അല്ലെ. ടി എത്ര തവണയുണ്ട്? 2 തവണ. ആർ എത്ര തവണയുണ്ട്? 2 തവണ. ഓ എത്ര തവണയുണ്ട്? 2 തവണ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? എഗെയിൻ ആ ആൾക്കാരെ അതിന് താഴെ എഴുതുന്നു. എത്ര പേര് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെന്നുള്ള ആ കേസുകൾ എന്ത് ചെയ്യുന്നു? താഴെ എഴുതുന്നു. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എഗെയിൻ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഓക്കെ, ടി വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ടി ഇവിടെ എത്ര എണ്ണം ഉണ്ടായി? 2 എണ്ണം ഉണ്ടായി അല്ലെ. ടി ഇവിടെ 2 എണ്ണം ഉണ്ടായി. സോ പിന്നീട് നമുക്ക് എഴുതുമ്പോ എന്താ? ടി ഒന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ മതി? ടി ഒന്ന്, ടി നമ്മള് ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ടി ഒന്ന് ഒരെണ്ണം എടുത്താൽ മതി. സോ നമുക്ക് എന്ത് വരും? 11 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ വന്നു. സോ നമുക്ക് എന്ത് കിട്ടി? യെസ്, 997920. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ഈ കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ചെയ്യുന്നത്.
കഴിഞ്ഞോ? ക്ലിയർ ആയോ? ക്ലിയർ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഡു ഓൾ ദി വൊവൽസ് ഒക്യുർ ടുഗദർ. വൊവൽസ് എല്ലാവരും ഒരുമിച്ച് വരണം അല്ലെ? അപ്പൊ ഈ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ഈ ഒരു വേർഡിലെ വൊവൽസ് ആരൊക്കെയാന്ന് നോക്കാം. ഏതൊക്കെയാ വൊവൽസ്? നമുക്കറിയാം എ ഇ ഐ ഒ യു ഇവരൊക്കെയാണ് വൊവൽസ് എന്ന് പറയുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ അവിടെ വൊവൽസ് ആരൊക്കെയായിരിക്കും? ഐ ഉണ്ട്, ഓ ഓ ഓക്കെ, ഇതാണ് അല്ലെ? ഈ 4 പേരുള്ളൂ ഇവിടെ വൊവൽസ് ആയിട്ട്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാൻ പറഞ്ഞേ? ഈ വൊവൽസ് ആയിട്ട് വരുന്ന ആൾക്കാരുടെ കേസ് ഇൻറ്റു വൊവൽസ് അല്ലാതെ റിമൈനിങ് വരുന്ന ആൾക്കാരുടെ കേസ് 2 സെപ്പറേറ്റ് കണ്ടുപിടിക്കുന്നു, അത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ? അപ്പോ വൊവൽസിന്റെ കേസ് ഈ ഒരു സെലക്ട് ചെയ്ത ഇവിടെയുള്ള വൊവൽസിന്റെ കേസ് വരുമ്പോൾ എന്ത് വരും? ഇവിടത്തെ അറേഞ്ച്മെന്റ്സ് എന്ത് വരും? ടോട്ടൽ 1 2 3 4 4 വൊവൽസ് ഉള്ള എൻ എന്ന് പറഞ്ഞാൽ അവിടെ 4 ആണ്. ബൈ അവിടെ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്താ? ഓ 2 തവണ വരുന്നുണ്ട് അല്ലെ? അപ്പോ എന്ത് വരും? 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ബാക്കി എന്താ? ബാക്കി എത്ര പേരുണ്ട്? അതായത് 12 പേരിൽ നിന്ന് എന്ത് ചെയ്ത് ഈ 4 പേര് പോയി. അപ്പൊ എന്താ? 8 പേര്. പിന്നെന്താ? പ്ലസ് ഇവരെല്ലാവരും വൊവൽസ് ചേർന്നത് ഒന്നുകൂടെ ആഡ് ചെയ്യണം. ഓർമ്മയില്ലേ? വൊവൽസ് ഒന്ന് ഒരുമിച്ച് വന്നത് എക്സ്ട്രാ ആഡ് ചെയ്യണം. അപ്പൊ 8 1 എന്തായി? 9 ആയി അവിടുത്തെ ടോട്ടൽ കേസ് അല്ലെ? അപ്പോ 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ പിന്നെന്താ? റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വീണ്ടും എഴുതുക. അപ്പൊ ഓ 2 തവണ വരുന്നുണ്ട്, അത് ഇവിടെ എഴുതേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. ബാക്കി എത്ര എണ്ണ? ടി 2 തവണ വരുന്നുണ്ട്, ആറും 2 തവണ വരുന്നുണ്ട്. Four factorial by 2 factorial, 9 factorial by 2 factorial into 2 factorial. ക്ലിയർ ആയോ? ക്ലിയർ ആയോ എന്ന് പറയും. ക്ലിയർ ആയോ? ക്ലിയർ ആണ് അല്ലെ? സോ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ ഇത് മാക്സിമം ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. എങ്ങനെയാ? ഇപ്പോ 2 ഫാക്ടോറിയലും മുകളിൽ 4 ഫാക്ടോറിയലും കളയാൻ പോവാണ്. 4 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ എന്താ? ഒന്നുകൂടെ പറയും. അതായത് നമുക്ക് ഈ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ഇവിടുത്തെ വൊവൽസ് ഒരുമിച്ച് വരുന്ന ആ ഒരു അറേഞ്ച്മെന്റ്സ് കണ്ടുപിടിക്കണം. അപ്പൊ ഈ ട്രിഗണോമെട്രിയിൽ ഐ ഒ ഒ ഇ ഈ 4 പേരാണ് വൊവൽസ് ആയിട്ടുള്ളൂ അല്ലെ? അപ്പൊ ഇതെങ്ങനെ കണ്ടുപിടിക്കുക? ഈ ഐ ഒ ഒ ഇ എന്ന് പറയുന്ന ആൾക്കാരുടെ പോസിബിലിറ്റീസ് എത്രയെന്ന് നോക്കുക. ദെൻ റിമൈനിങ് ഇതല്ലാത്ത നമ്പേഴ്സ് ഉണ്ടല്ലോ ഇവിടുത്തെ ടി ആർ ജി എൻ എം ടി ആർ വൈ അവരുടെ കേസും കണ്ടുപിടിക്കുക. സോ ആദ്യം ഇവരുടെ കേസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇവിടുത്തെ എൻ എന്ന് പറഞ്ഞാൽ എന്താ? 1 2 3 4 പേരുള്ള. സോ 4 ഫാക്ടോറിയൽ ബൈ ഇവിടെ എത്ര പേര് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? ഓ 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർ എവിടെ എഴുതുക? താഴെ 2 ഫാക്ടോറിയൽ ഇത് ഇൻറ്റു നെക്സ്റ്റ് എടുക്കാൻ പോവാണ്. ബാക്കി ഇനി എത്ര പേരുണ്ട്? ഈ 12 ആൽഫബറ്റ് വരുന്ന ഈ ഒരു ട്രിഗണോമെട്രി എന്ന് പറയുന്ന വേർഡില്
ഐ ഒ ഒ ഇ കളഞ്ഞാൽ ബാക്കി എത്ര പേരുണ്ട്? 12 മൈനസ് 4 8 പേരുണ്ട് അല്ലെ? അപ്പോ ആ 8 പേര് പ്ലസ് ഈ പറയുന്ന വൗവൽസ് എല്ലാം ഒരുമിച്ച് എഴുതിയ ഒരൊറ്റ ആള്. അപ്പൊ 8 പ്ലസ് 1 9 ആയിരിക്കും അവിടത്തെ എണ്ണ്. അതായത് റിമൈനിങ് എത്ര പേരുണ്ടോ പ്ലസ് 1 അതായിരിക്കും അവിടുത്തെ റിമൈനിങ് ആൾക്കാർ കണ്ടുപിടിക്കേണ്ട ആൾക്കാരുടെ കൗണ്ട്. സോ 9 ഡിവൈഡഡ് ബൈ എഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർ ഈ പറഞ്ഞ ഈ ഐ ഒ ഒ ഇ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള ആൾക്കാർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ആരൊക്കെ? ടി 2 തവണ, ആറ് 2 തവണ. ആ കൗണ്ട് ഇവിടെ എഴുതി. നോർമൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ ഇവിടെ എഴുതി. സോ 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 9 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും നോക്കാം. ഒന്നുകിൽ അഗെയിൻ കാൽക്കുലേറ്റർ എടുത്ത് കണ്ടുപിടിക്കാം, അല്ല നമുക്ക് ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താഴെ 1 ഇൻറ്റു 2 ആയിരുന്നു, മുകളിൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4. അപ്പൊ ഇത് പോയി, ഇത് പോയിട്ടോ. ബാക്കി മുകളിൽ 3 ഇൻറ്റു 4 ഉള്ള. അപ്പൊ ഈ 2 4 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ എന്താ? 1 ഇൻറ്റു 2 ആണ്, ഇതും 1 ഇൻറ്റു 2 ആണ്. അതായത് താഴെ 2 ഇൻറ്റു 4. ആ 4ഉം ഇവിടുത്തെ 4ഉം പോയി. ബാക്കി മുകളിൽ എന്തുണ്ട്? 3 ഇൻറ്റു 9 ഫാക്ടോറിയൽ. എത്ര വരും? 3 ഇൻറ്റു 9 ഫാക്ടോറിയൽ എന്ത് വരും? No. 108864 ഇതായിരിക്കും നമുക്ക് ഇവിടുത്തെ ആൻസർ വരുന്നത്. ക്ലിയർ? ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇങ്ങനത്തെ കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് NC2 ഈക്വൽ ടു NC3 അങ്ങനെയാണെങ്കിൽ N എത്രയാണ്? എങ്ങനെയാ ഇതെങ്ങനെ ചെയ്യാം നമ്മൾ? NC2 ഈക്വൽ ടു NC3 ആണെങ്കിൽ N ഈക്വൽ ടു എത്രയാണ്? ഇത് ഏത് പ്രോപ്പർട്ടി? പല പല ആൻസറുകളാണല്ലോ വരുന്നത്. എന്ത് വരും പ്രോപ്പർട്ടി? നടൻ ഓക്കെ, ഇതെങ്ങനെയാ? NCX ഈക്വൽ ടു NCY ആണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ? N ഈക്വൽ ടു X പ്ലസ് Y. പ്രോപ്പർട്ടി നോക്കുക. NCX ഈക്വൽ ടു NCY ആണെങ്കിൽ N ഈക്വൽ ടു X പ്ലസ് Y. ദേവപ്രിയ ക്ലിയർ ആയോ? അപ്പൊ എന്ത് വന്നു? 2 പ്ലസ് 3 5. N ഈക്വൽ ടു 5. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ മെനി കോഡ്സ് ക്യാൻ ബി ഡ്രോൺ ത്രൂ 21 പോയിന്റ്സ് ഓൺ എ സർക്കിൾ? അവിടെ എന്താ? ഒരു സർക്കിളില് 21 പോയിന്റ്സ് ഉണ്ട്. അതായത് അവിടെ സർക്കിളിന് ആ ഒരു ഭാഗത്തായിട്ട് എവിടെ സർക്കംഫറൻസിൽ എന്താണ് 21 പോയിന്റ്സ് ഉണ്ട്. ഹൗ മെനി കോഡ്സ്, എത്ര കോഡുകൾ നമുക്ക് വരയ്ക്കാൻ പറ്റും? ഒരു സർക്കിളിൽ 21 പോയിന്റുകൾ ഉണ്ടെങ്കിൽ എത്ര കോഡുകൾ നമുക്ക് വരയ്ക്കാൻ പറ്റും? എങ്ങനെ കണ്ടുപിടിക്കുക? അതായത് ഒരു കോഡ് വരയ്ക്കാൻ നമുക്ക് എത്ര പോയിന്റ് ഇവിടെ ആവശ്യമുണ്ട്? ഇവിടെ നമ്മൾ ചൂസ് ചെയ്യാണ് അല്ലെ? ഒരു കോഡ് വരയ്ക്കാൻ. കോഡ് എന്ന് പറഞ്ഞാൽ എന്താ? സർക്കിളിലെ പോയിന്റുകൾ, ഏതെങ്കിലും 2 പോയിന്റുകൾ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനെ വിളിക്കുന്ന പേരാണ് കോഡ്. അറിയാലോ?
ഒരു കോഡ് വരയ്ക്കാൻ നമുക്ക് 2 പോയിന്റുകൾ ആവശ്യമുണ്ട്. നമ്മളിവിടെ 2 പേരെടുക്കുകയാണെങ്കിൽ കൂടെ അല്ലെ, എവിടെന്നാ എത്ര പേരിൽ നിന്ന് എടുക്കുന്നത്? 21 പേരിൽ നിന്ന് 2 പേരെടുത്തു, സെലക്ട് ചെയ്തു. സോ 21C2 കണ്ടുപിടിക്കുക. എന്താ 21 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 21 മൈനസ് 2 19 ഫാക്ടോറിയൽ. NCR ഇക്വേഷൻ ഉപയോഗിക്കുക. അപ്പോൾ നമുക്കറിയാം 9 ഫാക്ടോറിയൽ ഇവിടെ 21 ഫാക്ടോറിയലിൽ പോയാൽ എന്താ 20 ഇൻറ്റു 21 ഉണ്ട് അല്ലേ. അപ്പോൾ 2 ഫാക്ടോറിയൽ 1 ഇൻറ്റു 2 ആണ്. ആ 2 ഇവിടെ പോയപ്പോൾ 10 ആയി. 10 ഇൻറ്റു 21 210. ക്ലിയർ? 210 ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ക്ലിയർ ആയോ? മുകുൽസു ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഡയറക്റ്റ് കാൽക്കുലേറ്റർ മതി ചെയ്തോ. ഡയറക്റ്റ് കാൽക്കുലേറ്റർ ഉപയോഗിക്കും. ഇതും അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യാൻ പറഞ്ഞത്. The next question, if 1 by 8 factorial plus 1 by 9 factorial equal to x by 10 factorial ആണെങ്കിൽ find the value of x. ഓക്കെ, ഇതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നോക്കാം. നമുക്കിവിടെ ഉള്ളത് 1 by 8 factorial plus 1 by 9 factorial equal to x by 10 factorial. നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എനിക്ക് എക്സ് എന്ന് പറയുന്ന ആളെ മാത്രമാക്കി മാറ്റണം. അപ്പം അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ 10 ഫാക്ടോറിയലിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഇയാൾ പൊക്കോളും. പക്ഷേ ഒരു ഈക്വൽ ടു ആയതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നു അത് ഇവിടെയും ചെയ്യണം. സോ എന്ത് ചെയ്യുന്നു, എല്ലാവരെയും ഞാൻ 10 ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈക്വൽ ടുവിന്റെ 2 സൈഡ്. അപ്പോൾ ഇവിടെ അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിച്ചു? 8 ഫാക്ടോറിയൽ 10 ഫാക്ടോറിയൽ പോയാലോ ബാക്കി എത്രയുണ്ട്? 9 ഇൻറ്റു 10 ഇവിടെയുണ്ട്. ഇവിടെയോ 9 ഫാക്ടോറിയൽ ഇൻറ്റു 10, ബാക്കി അവിടെ 10 ഉണ്ട്. സോ 9 ഇൻറ്റു 10 ഈസ് 90 പ്ലസ് 10 ഈക്വൽ ടു എക്സ്, അതായത് എക്സ് ഈക്വൽ ടു 100. ക്ലിയർ? അപ്പോൾ അതോടെ കഴിഞ്ഞു. ഇനി ഇൻ ഹൗ മെനി വേസ് can a committee of 3 persons can be formed from the group of 2 men and 3 women? Question എഴുതാം. ഹൗ മെനി വേസ് എന്താണ്? ഒരു 3 പേരടങ്ങുന്ന കമ്മിറ്റി നമുക്ക് എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം അല്ലെ. അങ്ങനെയാണെങ്കിൽ എവിടെ നിന്നൊക്കെയാ? 2 മെന്നുണ്ട്. 2 മെൻ അവിടെ നിൽക്കുന്നുണ്ട്, 3 വുമണും അവിടെ നിൽക്കുന്നുണ്ട്. അതിൽ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്? 3 പേരടങ്ങുന്ന കമ്മിറ്റി ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര കമ്മിറ്റി ഉണ്ടാക്കാൻ പറ്റും? ദാറ്റ്സ് ദി ക്വസ്റ്റ്യൻ. എന്ത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ വായിക്കുക. In how many ways a committee of 3 persons can be formed from a group of 2 men and 3 women? എന്ത് പറ്റും? സെലക്ഷൻ അല്ലെ, കോമ്പിനേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. അതിനൊരു സംശയമില്ല. പിന്നെ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പൊ എന്താ ആൻസർ വരും? അവിടെ ആലോചിക്കുക. അതായത് വെറുതെ ആലോചിക്കുക, ഒന്നുമില്ല. നോക്ക്, 2 മെന്നും 3 വേണം അവിടെ നിരന്ന് നിൽക്കുകയാണ് അല്ലെ. അപ്പൊ എത്ര ആൾക്കാരുണ്ട് അവിടെ? 5 പേര് അവിടെ ഉണ്ട്.
5 മനുഷ്യർ അവിടെ ഉണ്ട് അല്ലെ. അപ്പൊ ഈ 5 ആൾക്കാരിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു, 3 ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം, ഒരു കമ്മിറ്റി ക്രിയേറ്റ് ചെയ്യണം. സോ ടോട്ടൽ അവിടെ ഉള്ള ആൾക്കാരുടെ എണ്ണം n ഈക്വൽ ടു 5. നമ്മൾക്ക് സെലക്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം 3, r ഈക്വൽ ടു 3. സോ NCR 5CR 5C3. ക്ലിയർ ആയോ? ഒന്നുമില്ല, സിമ്പിൾ. വേറെ സ്പെഷ്യൽ ആയിട്ട് അവരൊന്നും ചോദിച്ചിട്ടില്ല. ഒരു മെന്നും 2 ആണും വേണം അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അവര്. സോറി, ഒരു മെന്നും 2 വുമണും വേണം എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല അല്ലെ. സിമ്പിൾ ആയിട്ട് ചോദിച്ചിരിക്കുക. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഇവിടെ n ഈക്വൽ ടു 5, r ഈക്വൽ ടു 3. സോ NCR 5CR എന്ത് വന്നു? 5 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 5 മൈനസ് 2 5 മൈനസ് 3 2 ഫാക്ടോറിയൽ. ഇവിടെ നോക്കുക, ഇവിടെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ബാക്കി എന്ത് 4 ഇൻറ്റു 5 വരും അല്ലേ. ഇവിടെ 5 ഫാക്ടോറിയലിൽ 3 ഫാക്ടോറിയൽ പോയാൽ ബാക്കി എന്തുണ്ട്? 4 ഇൻറ്റു 5 ഉണ്ട് അല്ലേ. പിന്നെ 2 ഫാക്ടോറിയൽ അതിൽ നിന്ന് 4 എടുത്തോ, 2 5 ഇൻറ്റു 2 ഈസ് 10 10 എന്തുണ്ടാവും? 10 രീതിയിൽ നമുക്ക് ഇതേപോലെ സെലക്ട് ചെയ്യാം. ക്ലിയർ ആയോ? മനസ്സിലായോ കളെ? മനസ്സിലായോ നിങ്ങൾക്ക്? കഴിഞ്ഞോ? ചെയ്തോ, ഒരു കുഴപ്പമില്ല. ഡയറക്റ്റ് കാൽക്കുലേറ്റർ ചെയ്തോ, ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് ഡയറക്റ്റ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് കുറച്ച് കേസുകൾ വരുമ്പോൾ അത് നിങ്ങൾക്ക് അവിടെ സ്റ്റക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയും പഠിച്ചിരിക്കുന്നത് നല്ലത്. The number of 3-digit numbers can be formed from the digits. ഇത് പെർമ്യൂട്ടേഷൻ ആണോ കോമ്പിനേഷൻ ആണോ എന്നറിയാം. അതാ ഞാൻ പറഞ്ഞേ. സെലക്ട് ചെയ്യാൻ പറഞ്ഞ എന്ത് ചെയ്യാ? കോമ്പിനേഷൻ യൂസ് ചെയ്യാം. അത് പ്രാക്ടീസ് ചെയ്ത് വരിക, അപ്പൊ കിട്ടും. സെലക്ഷൻ സംതിങ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ എന്തായിരിക്കും? അത് പെർമ്യൂട്ടേഷൻ ആയിരിക്കും. ഇവിടെ നോക്കിയേ, ദ നമ്പർ ഓഫ് 3-digit numbers can be formed from these digits 1 2 3 4 5 if no digits are repeated. നോക്കുക, നമുക്ക് എന്ത് ചെയ്യുന്നു? ഒരു 3 അക്കമുള്ള 3-digit നമ്പർ ക്രിയേറ്റ് ചെയ്യണം. 3-digit നമ്പർ ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ കയ്യിലുള്ളത് 1 2 3 4 5 5 ഡിജിറ്റുകളാണ്. ഇഫ് നോ ഡിജിറ്റ് റിപ്പീറ്റഡ്, അതായത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഒരു തവണ ഉപയോഗിച്ചാളെ വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് അവസാനത്ത് തുടങ്ങാം. ലാസ്റ്റ് ഈ വൺസിന്റെ അവിടെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നമ്പറുകളുടെ ഡിജിറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താ? ആരെ വേണമെങ്കിലും ഉപയോഗിക്കാം. 1 2 3 4 5. അപ്പൊ അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 5. ഇനി അടുത്ത ടെൻസിന്റെ അവിടെയോ, റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ്. ഒരു തവണ ഉപയോഗിച്ചാൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ നിങ്ങൾ സപ്പോസ് ഏതോ ഒരു ഡിജിറ്റ് ഇവിടെ യൂസ് ചെയ്തു, വൺസിന്റെ അവിടെ ഒരാൾ ഉപയോഗിച്ചു, ബാക്കി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നമ്പറുകളുടെ ഡിജിറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താ? 4 അല്ലെ. ഒരാൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ബാക്കി 4 പേരുള്ളത്. ഇനി അതും കഴിഞ്ഞു 100-ലോട്ട് വരാണെങ്കിൽ അവിടെ ബാക്കി എത്ര പേരുണ്ടാവും ഉപയോഗിക്കാൻ? റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് അല്ലെ. അപ്പൊ എന്താ? 3 പേര് അല്ലെ. ഇനി എന്ത് ചെയ്യാ? എല്ലാവരെയും മൾട്ടിപ്ലൈ ചെയ്യുക. 3 ഇൻറ്റു 4 ഇൻറ്റു 5 വിച്ച് ഈസ് 60. ക്ലിയർ? സെക്കൻഡ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് ദി ലെറ്റർ ഓഫ് ദി വേർഡ് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഈ പുള്ളിയുടെ എന്ത് കണ്ടുപിടിക്കാൻ? അറേഞ്ച്മെന്റ്സ് കണ്ടുപിടിക്കാൻ. അപ്പൊ നോക്കുക, മാത്തമാറ്റിക്സിൽ എത്ര ആൾക്കാരുണ്ട്, എത്ര ഡിജിറ്റുകളുണ്ട്, സോറി എത്ര ആൽഫബറ്റ്സ് ഉണ്ട്? എന്താ? 1 2 3 4 5 6 7 8 9 10 11 അല്ലെ. n ഈക്വൽ ടു 11 എണ്ണി നോക്കാം. ഇനി എന്താ? ഓരോ ആൾക്കാരും എത്ര തവണ വരുന്നുണ്ട്? സപ്പോസ് m എത്ര തവണയുണ്ട്? 2 തവണയുണ്ട്. a 2 തവണയുണ്ട്. പിന്നെ t 2 തവണയുണ്ട്. h ഒരു തവണയുള്ളൂ. e ഒരു തവണയുള്ളൂ. i ഒരു തവണയുള്ളൂ. c ഒരു തവണയുള്ളൂ. s ഒരു തവണ. അപ്പൊ ടോട്ടൽ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. കറക്റ്റ് അല്ലെ? 11 തന്നെയാണ്. ഇനി ഇവിടുത്തെ ടോട്ടൽ അറേഞ്ച്മെന്റ്സ് എങ്ങനെ കണ്ടുപിടിക്കും? വെരി ഈസി. 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർ, അതായത് 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ത് വരും? ഞാൻ നോക്കി
എത്ര വരും? 11 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. എത്ര വന്നു? 4989600. Correct. In how many of these arrangements do the vowels never occur together? അതായത് vowels ഒരുമിച്ച് വരാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം vowels ഒരുമിച്ച് വരുന്നത് കണ്ടുപിടിക്കുന്നു, അല്ലെ? ടോട്ടലിൽ നിന്ന് വരുന്നത് കളയും. നിഹാൽ, എന്താണ് നമ്മുടെ പരിപാടി? പ്ലാസ്റ്റിക് തിന്നേന് എന്ത് ജീവിതം അതിന്റെ? ഓക്കെ, തീറ്റ. സോ അപ്പൊ വോവൽസ് വരുന്ന കേസ് നമുക്ക് നോക്കാം. അത് എങ്ങനെ കണ്ടുപിടിക്കും? അവിടെ വോവൽസ് എത്ര പേരുണ്ടെന്ന് നോക്കും, അല്ലേ? എത്രയാ? മാത്തമാറ്റിക്സില് നമുക്ക് അപ്പുറം എഴുതാം. മാത്തമാറ്റിക്സില് AEAI 4 പേരുള്ള, അല്ലെ? മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു വേർഡില് 4 വോവൽസ് ഇവിടെ ഉള്ള. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ കേസ് നോക്കുകയാണെങ്കിൽ 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ A 2 തവണ വരുന്നുണ്ട്, അല്ലെ? അപ്പൊ 2 ഫാക്ടോറിയൽ ഇൻറ്റു ബാക്കി 11ൽ നിന്ന് 4 പോയാൽ 7, 7 പ്ലസ് 1, ഇവരെല്ലാവരും കൂടി ചേരുന്ന 1, അപ്പൊ 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ. ബാക്കി നോക്കുക, ബാക്കി ഓരോ ആൾക്കാർ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? A കഴിഞ്ഞാല് എമ്മും ടിയും 2 വീതം, അല്ലെ? ഇത് ചെയ്യുമ്പോ എന്ത് വരും? നമുക്കിവിടെ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഏതൊക്കെയാ? 2 ഫാക്ടോറിയൽ ഇവിടെ നമുക്ക് കളയാണെങ്കിൽ 3 ഇൻറ്റു 4 ഇവിടെ വരും, അല്ലെ? അഗെയിൻ 4 ഇവിടെ കളഞ്ഞു. ബാക്കി 3 ഇൻറ്റു 8 ഫാക്ടോറിയൽ എത്ര വന്നു? 3 ഇൻറ്റു 8 ഫാക്ടോറിയൽ എത്രയാ? 3 ഇൻറ്റു 8 ഫാക്ടോറിയൽ. വിഷ്ണു, എത്ര കിട്ടി നിനക്ക്? 120960, അല്ലെ? അപ്പോ വവൽസ് വരുന്ന കേസാണ് എന്ത്? ഇതാണോ ഫാത്തിമ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഈ ആൻസർ ആണോ കിട്ടിയേ? അതെ. അപ്പോ വവൽസ് വരുന്നതാണിത്. നമുക്ക് വേണ്ടത് വവൽസ് വരാത്തത്. അപ്പൊ എന്ത് ചെയ്യാ? ടോട്ടൽ അറേഞ്ച്മെന്റിൽ നിന്ന് ഈ വരുന്ന ആൾക്കാരെ കുറച്ചാൽ വരാത്തത് കിട്ടും. സോ ടോട്ടൽ അറേഞ്ച്മെന്റ് മൈനസ് വോവൽസ് വരുന്ന കുറയ്ക്കുക. അതായത് ടോട്ടൽ അറേഞ്ച്മെന്റ് നമുക്ക് കിട്ടി 4989600 മൈനസ് 120960. കുറച്ചോളൂ, എന്ത് വരും? Yes. Clear? അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. If n, find n കണ്ടുപിടിക്കണം. If n minus 1 p3 is to np4 equal to 1 is to 9 ആണ്.
അങ്ങനെയാണെങ്കിൽ n കണ്ടുപിടിക്കണം. എഴുതിയോ? ഓക്കെ. അപ്പോൾ ഇതിനെ ഇപ്പൊ A:B ആണെങ്കിൽ ഇതിനെ A/B എന്നാക്കി എഴുതാം അല്ലെ, ഡിവിഷൻ ഭാഗത്തിലാക്കി എഴുതാം. അപ്പോൾ ശ്രദ്ധിക്കട്ടെ, n-1 P3/NP4 എന്ന് പറഞ്ഞാൽ 1/9. ഇനി എന്ത് ചെയ്യാം, NPR ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഇതിനെ ഓക്കെ ഇതാണ് NPR ഇക്വേഷൻ വെച്ചിട്ട് ഇതിനെ എഴുതാം അല്ലെ. അപ്പൊ എന്ത് NPR എന്താ, n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ. ശ്രദ്ധിക്കുക, എഴുതുമ്പോ ശ്രദ്ധിക്കുക, ഓൾ ഡിവൈഡഡ് ബൈ അഗെയിൻ. ഇപ്പൊ ഇതിനെയാണ് നമ്മളിപ്പോ എഴുതിയത്. ഇനി അടുത്ത ഇയാൾ എഴുതാൻ പോവാണ്, n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ ഈക്വൽ ടു 1/9. ഇനി n ഫാക്ടോറിയൽ ബൈ അവിടെ n അല്ലല്ലോ, n-1 അല്ലേ, ഞാനും വിചാരിച്ചു മുകളില് n-1 ആണ്. ഓക്കെ, ഇനി നോക്കാം n-1. അപ്പൊ നമ്മളതൊക്കെ നമ്മൾ എഴുതാൻ പോവാണ്. നോക്കാം, n-1 ഫാക്ടോറിയൽ താഴെ n-1 -3 എന്താ, -1 -3 എന്താ, -4. അതായത് n-4 ഫാക്ടോറിയൽ ഓൾ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ബൈ n-4 ഫാക്ടോറിയൽ ഈക്വൽ ടു 1/9. എന്താ, ഒരേപോലത്തെ ആൾക്കാർ ഡിനോമിനേറ്ററിൽ വന്നാൽ നമുക്ക് ക്യാൻസൽ ചെയ്യും അല്ലെ. അപ്പൊ നമുക്ക് n-1 ഫാക്ടോറിയൽ ബൈ n ഫാക്ടോറിയൽ ഈക്വൽ ടു 1/9 എന്ന് വന്നു. ഇനി നോക്കാം, നമുക്കറിയാം n ഫാക്ടോറിയലിന് എങ്ങനെ എഴുതാം, നമുക്ക് n ഇൻറ്റു n-1 ഫാക്ടോറിയലിന് എഴുതാം. അതായത് n-1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഓക്കെ. അപ്പോൾ എന്താണ്, ജസ്റ്റ് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് എളുപ്പത്തിൽ തോന്നാനായിട്ട് ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. ഇവിടെ 1 എന്ന് എഴുതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഓൾ ഡിവൈഡഡ് ബൈ, അതായത് ഇതൊരാള്. അപ്പൊ n-1 ഫാക്ടോറിയലിന് ഞാൻ എന്ത് ചെയ്തു, n-1 ഫാക്ടോറിയൽ ബൈ 1 എന്നും n ഫാക്ടോറിയലിനെ അല്ലെങ്കിൽ വേണ്ട, കൺഫ്യൂഷൻ. ഈ n-1 ഫാക്ടോറിയലിന് അങ്ങനെ തന്നെ എഴുതി. n ഫാക്ടോറിയലിനെ ഞാൻ n ഇൻറ്റു n-1 ഫാക്ടോറിയലിന് എഴുതാണ്. ഓക്കെ, എന്റെ നീഡ് അനുസരിച്ച് നമുക്ക് മാറ്റി എഴുതാം. വേണമെങ്കിൽ ഇയാളെ n ഇൻറ്റു n-1 ഇൻറ്റു n-2 ഫാക്ടോറിയലിന് എഴുതാം. പക്ഷെ ഇവിടെ അതുകൊണ്ടൊരു കാര്യമില്ല. നമ്മൾ എന്ത് എഴുതി, n ഫാക്ടോറിയലിനെ n ഇൻറ്റു n-1 ഫാക്ടോറിയലിന് എഴുതി, വിച്ച് ഇസ് ഈക്വൽ ടു 1/9. ഇനി എന്താ, n-1 ഫാക്ടോറിയലും n-1 ഫാക്ടോറിയലും കളഞ്ഞു. ബാക്കി ന്യൂമറേറ്ററിൽ 1 ഉണ്ട്, താഴെ n ഉണ്ട്, ഈക്വൽ ടു 1/9 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 9 ഈക്വൽ ടു n ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, 9 എന്ന് കിട്ടി. കണ്ടോ, ക്ലിയർ? നമുക്കിത് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇവിടെ ആവശ്യം എന്താണോ അതനുസരിച്ച് n ഫാക്ടോറിയലിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ n ഇൻറ്റു n-1 ഇൻറ്റു n-2 ഇൻറ്റു n-3 ഫാക്ടോറിയലിന് എഴുതേണ്ട അവസ്ഥകൾ വന്നേക്കാം. അപ്പോൾ നമ്മുടെ ആവശ്യം എന്താണോ അതനുസരിച്ച് അതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ക്ലിയർ? ഓക്കെ. ഓക്കെ, നിങ്ങളെ ആരിവിടെ കാർഡിന്റെ കാര്യം പറയണ്ടായാലും ഫൈൻഡ് ദി നമ്പർ ഓഫ് വേസ്. നോക്കാം, ഇത് ഇമ്പോർട്ടന്റ് ആണ്. കാർഡിന്റെ പാക്ക് ഓഫ് 52 പ്ലേയിങ് കാർഡ്സ്. വേഗം ഞാൻ പറഞ്ഞു പോവാണേ, നിങ്ങൾക്ക് നോട്ട്സിലുണ്ട്, ഞാൻ അയച്ചുന്ന നോട്ട്സിലുണ്ട്. അപ്പൊ അതും കൂടെ നോക്കാം.
ഫൈൻഡ് ദി നമ്പർ ഓഫ് വേസ് ഓഫ് ചൂസിങ് 4 കാർഡ്. നമുക്ക് 4 കാർഡുകൾ ചൂസ് ചെയ്യണം. എന്താണ്? 4 കാർഡുകൾ ചൂസ് ചെയ്യണം. എവിടെ നിന്ന് ചൂസ് ചെയ്യണം? ഔട്ട് ഓഫ് 52 പ്ലെയിൻ കാർഡ്സ്. 52 കാർഡുകളുള്ള നമുക്കറിയാം. 52 കാർഡുകൾ 4 കൈൻഡ് ഓഫ് കളർ, സോറി കളർ അല്ല, 4 ടൈപ്പ് ഓഫ് കാർഡുകളുള്ള എന്താണ് 52 കാർഡ്സ് ആണ് മൊത്തമുള്ളത് അല്ലെ. അതില് 26 റെഡ് കാർഡും 26 ബ്ലാക്ക് കാർഡുമാണ് ഉള്ളത്. ഓക്കെ, ഓക്കെ. ഇനി ഈ ചീട്ടുകൾ, അതന്നെ അതന്നെ. നിന്നോട് ഒരു പെണ്ണ് ചോദിച്ചത്, ഒരു പെണ്ണല്ലത്, അത് നമ്മുടെ ഹാദിയ ഷാഹിദിന്റെ അടുത്ത്, തന്നെ മണവാട്ടി തന്നെ. ഓക്കെ, ഷാഹിദിനോട് ചോദിച്ചത് ഹാദിയ. യെസ്. എന്നിട്ട് നമ്മുടെ ഷാഹിദിന് കിട്ടിയില്ലല്ലോ, നീ ചമ്മി നാറിപ്പോയില്ലേ. ഓക്കെ, അപ്പോ ആ പ്രോബ്ലം തന്നെ. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണ്. ഇത് പല വർഷങ്ങളിലും ചോദിച്ച കണ്ടിട്ടുണ്ട്. ഇതും പിന്നെ ഒരു പ്രോബ്ലം. അപ്പോ ഈ 26 റെഡ് കാർഡിൽ നമുക്കറിയാം 13 ആരുണ്ട്? 13 വീതം ആരുണ്ട്? 13 ഡയമണ്ട് ഉണ്ട്, 13 ഹേർട്ട് ഉണ്ട്. അറിയാലോ, കണ്ടല്ലോ. ഇനി ബ്ലാക്ക് ആണെങ്കിൽ എന്താ? എഗെയിൻ 13 ആരുണ്ട്? സ്പേഡ് ഉണ്ട്, 13 ക്ലബ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഈ ബേസിക് കാര്യമെങ്കിലും നിങ്ങൾക്ക് അറിയണം കാർഡിനെ പറ്റി. ക്ലിയർ? അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, പിന്നെ എല്ലാവരിലും എന്തുണ്ട്? ഓരോ ഫേസ് കാർഡുകളും ഉണ്ട്. ഫേസ് ഒന്നല്ല, ഒരെണ്ണത്തില് 3, അതായത് എന്താണ്? കിങ്, ക്വീൻ, ജാക്ക് എന്ന് പറയുന്ന KQJ എന്ന് പേരുള്ള, അല്ലെങ്കിൽ പിക്ചർ വെച്ചിട്ടുള്ള 3 കാർഡ് വീതം എവിടെയുണ്ട്? എല്ലാവരിലും ഉണ്ട്. അപ്പൊ ടോട്ടൽ 12 ഫേസ് കാർഡാണ് ഈ 52 ഇതിലുള്ള. പിന്നെ അങ്ങനെ, പിന്നെ എയ്സ് അറിയാലോ, ഓരോന്നിലും ഓരോ എയ്സ് ഉണ്ടാവും. എ എന്ന് എഴുതിയ ഫസ്റ്റ് തന്നെ നമ്മൾ ഇടില്ലേ, അത് ഓരോന്നുണ്ട്. അപ്പൊ ടോട്ടൽ 4 എയ്സ് ഉണ്ടാവും. അങ്ങനെ. അപ്പൊ നമുക്ക് ഇവിടെ ഇതിലോട്ട് ക്വസ്റ്റിനോട് വരാണെങ്കിൽ, നമ്മൾ ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന 4 കാർഡുകൾ, ഓക്കെ, അത് മനസ്സിൽ വെച്ചേക്കുക. 4 കാർഡ്സ് ഓഫ് ദി സെയിം സ്യൂട്ട്. എന്താണ്? 4 കാർഡ്സ് ഓഫ് ദി സെയിം സ്യൂട്ട്. നമ്മൾ ചൂസ് ചെയ്യുന്ന ഇത് 4 സെയിം സ്യൂട്ട് ആയിരിക്കണം. അപ്പൊ നമുക്ക് അതെങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? നമ്മൾ ചൂസ് ചെയ്യുന്ന 4 സെയിം സ്യൂട്ട് ആണ്. അപ്പൊ നമുക്ക് അയാളെ എങ്ങനെ എഴുതാൻ പറ്റും? നെക്സ്റ്റ് ബാച്ച് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചൂസ് ചെയ്യേണ്ട 4 കാർഡുകൾ ഏതാണ്? സെയിം സ്യൂട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, സെയിം സ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആഡ് ചെയ്യുന്ന കൺസെപ്റ്റ് ആലോചിക്കുക. എന്താ സെയിം എന്ന് പറഞ്ഞാൽ എന്താ? ആഡ് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ എന്താ ആഡ് ചെയ്യണ്ടേ? എടുക്കുന്ന 4 പേര് സെയിം സ്യൂട്ട് ആണ് അല്ലെ. അപ്പൊ നമ്മള് 4 സെയിം, അതായത് ഇവിടുന്ന്
4 എടുത്തു, ഡയമണ്ടിൽ നിന്ന് 4 എടുത്തു, ഹാർട്ടിൽ നിന്ന് 4 എടുത്തു, സ്പേഡിൽ നിന്ന് 4 എടുത്തു, ക്ലബിൽ നിന്ന് 4 എടുത്തു. എടുക്കുന്ന 4 പേരും സെയിം ആയിരിക്കണം. ക്ലിയർ? അതായത് എന്താണ്, ഡയമണ്ട് എന്ന് പറയുന്ന ആ കാർഡ് വെച്ചിട്ടുള്ള 4 കാർഡുകൾ എടുക്കുന്നു, ഹാർട്ട് വെച്ചിട്ടുള്ള 4 കാർഡുകൾ എടുക്കുന്നു. സോ നമുക്ക് ഇവിടെ കിട്ടുന്ന ഫസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താ, 13C4 4 തവണ എടുക്കുകയാണ്. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്യുന്ന രീതിയിൽ ആലോചിക്കാം. ഓക്കെ, അപ്പൊ ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ 4 × 13C4 ഇതായിരിക്കും ഫസ്റ്റത്തെ ആൻസർ. രണ്ടാമത്തെ കേസ് നോക്കാം. 4 കാർഡ്സ് ബിലോങ് ടു 4 ഡിഫറെന്റ് സ്യൂട്ട്. അതായത് ഞാൻ എടുക്കുന്ന 4 പേരും 4 വ്യത്യസ്തമായിരിക്കണം. ദാറ്റ് മീൻസ് ഒരു ഡയമണ്ട്, ഒരു ഹാർട്ട്, ഒരു സ്പേഡ്, ഒരു ക്ലബ്. ക്ലിയർ? അപ്പൊ എന്ത് വരും അത്? ഡിഫറൻസ് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന ആലോചിക്കുക. അപ്പോ 13C1 × 13C1 × 13C1 × 13C1. സെയിം സ്യൂട്ട് എന്ന് പറഞ്ഞാല് ആഡ് ചെയ്യുക, ഡിഫറൻസ് സ്യൂട്ട് എന്ന് പറഞ്ഞാല് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി അടുത്തത് ഫേസ് കാർഡ്സ്. ഞാൻ എടുക്കുന്ന 4 കാർഡും എന്താണ്, ഫേസ് കാർഡ്സ് ആണ്. ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ നമുക്ക് 12 ഫേസ് കാർഡ്സ് ആണ് ഉള്ളത്. അപ്പൊ ഈ 12 ഫേസ് കാർഡ്സിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, 4 പേരെ സെലക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ, 12C4. ഓക്കെ, 12C4. ഇനി അടുത്തത് എന്താ, 2 റെഡ് കാർഡ്സ് ആൻഡ് 2 ബ്ലാക്ക് കാർഡ്സ്. അതായത് ഞാൻ എടുക്കുന്ന 4 കാർഡുകളിൽ 2 റെഡ് കാർഡുകളും 2 ബ്ലാക്ക് കാർഡുകളുമാണ്. അപ്പൊ നമുക്ക് ഇയാളെ എങ്ങനെ എഴുതാം, അത് ഡിഫറെന്റ് ഇതാണ്, കളേഴ്സിൽ നിന്നാണ് എടുക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 26 റെഡ് ഉള്ള, സോ 26C2 × 26C2. Then last one, cards of the same color. ഞാൻ എടുക്കുന്ന 4 പേര് എന്തായിരിക്കും, സെയിം കളറുകളായിരിക്കും. അതായത് 4 എണ്ണം എടുക്കുന്നു, എവിടെന്നാ, റെഡ് കളറിൽ നിന്ന് 4 എടുക്കുന്നു, പ്ലസ് ബ്ലാക്ക് കളറിൽ നിന്ന് 4 എണ്ണം എടുക്കുന്നു. ക്ലിയർ? ഇത്രയാണ് കൺസെപ്റ്റ്. ഇത് ജസ്റ്റ് കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്താൽ കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ സെയിം സ്യൂട്ട് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുക, ഡിഫറൻറ്റ് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യും. ക്ലിയർ? പിന്നെ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കാം. 4 എണ്ണം എടുക്കുന്നു, എവിടെ നിന്ന് എടുക്കുന്നു, എവിടെ നിന്ന് എടുക്കുന്നതാണ് സബ് ക്വസ്റ്റ്യൻസിൽ പറയേണ്ടത്. AC എന്നാണോ, ഫേസ് കാർഡ്സ് ആണോ, റെഡ് കളർ ആണോ, വേറെ വേറെ കാർഡുകളിൽ നിന്നാണോ, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. ക്ലിയർ? അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയും കൈൻഡ് ഓഫ്, പിന്നെ ഒരുപാട് നമ്മൾ ക്ലാസ്സിൽ ഇഷ്ടം പോലെ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന്, ഒരുപാട് എനിക്ക് തോന്നുന്നു കുറേ പ്രോബ്ലംസ് നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ. അപ്പൊ അതൊക്കെ നോക്കുക, അതിന്റെ നോട്ട്സ് ഒക്കെ എഴുതിയിട്ടുണ്ടാവല്ലോ, അപ്പൊ അത് സൂക്ഷിച്ച് വെക്കുക, പഠിക്കുക. ആൻഡ് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാം. അപ്പൊ ഇതിൽ തന്നെ ഒരുപാട് വേർഡുകൾ വെച്ചിട്ട് വവൽസും അതും ഇതൊക്കെ ചോദിക്കും കേട്ടോ. ഇനി ബൈനോമിയൽ തിയറിലോട്ട് ഇതിലോട്ട് പോവുകയാണെങ്കിൽ വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. ആ ഒരു കാര്യമുള്ളൂ, എന്താ, A+B ഉണ്ട്, A-B ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഇത് ഇങ്ങനെ പാസ്കൽസ് ട്രയാങ്കിൾ ഒക്കെ വെച്ചിട്ട് എന്താണ് ഇതിന്റെ കോയിഫിഷ്യൻസ് വരുമ്പോൾ ഇൻഡെക്സ് ഇതാണ് കോയിഫിഷ്യൻ എന്ത് വരും, ജസ്റ്റ് ഒന്നുകിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ ആ ഇക്വേഷൻ കൊണ്ട് എഴുതി പോവാ അല്ലെ. ജസ്റ്റ് ഒരു 5-6 വരെ ഇങ്ങനെ പഠിച്ചു വെച്ചോ, ഒരു 6 വരെ ഇങ്ങനെ പഠിച്ചു വെച്ചോ. 5 എന്ത് സംഭവിച്ചു, 1 ഇത് 2 കൂട്ടിയത് ഇവിടെ വന്നു, ഇത് 2 കൂട്ടിയത് ഇവിടെ വരും, ഇവിടെ വരും, ഇവിടെ വരും, ഇവിടെ. ഇൻഡെക്സ് 6 ആണെങ്കിൽ എന്ത് വരും, 1 6 15 20 15 6 1. അറിയാലോ, ഇങ്ങനെ ആയിരിക്കും ഇത് പോകുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ പിന്നെ നമുക്കിവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം കുറച്ച് കാര്യങ്ങളാണ്. അതായത് A+B⁴n എന്ന് പറയുന്ന എക്സ്പാൻഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ എത്ര ടേമുകൾ ഉണ്ടാവും, n+1 ടേമുകൾ ഉണ്ടാവും. അതായത് ഇപ്പോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, A+B², A+B² എത്ര ടേമുകൾ ഉണ്ടാവും,
എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ, മൂന്ന് ആൾക്കാരുണ്ട് അല്ലെ. ഇനി എ പ്ലസ് ബി എന്താണ് ഓൾ ക്യൂബ് ആണെങ്കിൽ എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ്, 4 പേരുണ്ട്. അങ്ങനെ n ആൾക്കാരുണ്ടെങ്കിൽ n+1 ഒന്ന് കൂടുതലായിരിക്കും ടേംസിന്റെ എണ്ണം. ക്ലിയർ? അപ്പൊ അത് എക്സാമിന് ചോദിക്കാറുണ്ട്. പിന്നെ ഈ സാധനം എന്താ, ദ ജനറൽ ടേം ഓഫ് ആൻ എക്സ്പാൻഷൻ എ പ്ലസ് ബി ഓൾ റേസ് ടു n എന്ന് പറയുന്ന ആളെ നമുക്ക് എങ്ങനെ എഴുതാം? TR+1 ഈക്വൽ ടു NCR എ റേസ് ടു n മൈനസ് ആർ ബി റേസ് ടു ആർ എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ TR+, അതായത് ഇപ്പൊ ഒരു 10ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ ടി 10 എന്ന് പറഞ്ഞാൽ ആർ എന്താ അവിടെ വരുന്നത്? 9+1. ആർ അവിടെ 10 ആയിരിക്കും, അല്ല 9 ആയിരിക്കും. TR+1 10 ആണെങ്കിൽ എന്ത് വന്നു? TR എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വരണം? 9+1 ആയിരിക്കും T10. അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയ ഒരു കാര്യം കൂടെ അവിടെ ഓർത്ത് വെച്ചേക്കാം. പിന്നെന്താ, എ പ്ലസ് ബി ഓൾ റേസ് ടു n നമുക്ക് ഇങ്ങനെ സമ്മേഷൻ യൂസ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, പിന്നെ എ പ്ലസ് ബി ഓൾ റേസ് ടു n അങ്ങനെ. ഇനി എ പ്ലസ് ബി ഓൾ റേസ് ടു n ന്റെ ഇക്വേഷൻ അറിയാലോ, NC0. അതായത് എ പ്ലസ് ബി ഓൾ റേസ് ടു n ആണെങ്കിൽ ആദ്യം എ ആയിരിക്കും കൂടുതൽ. അവിടെ ആദ്യം ആരുണ്ടാവില്ല? ബി ഉണ്ടാവില്ല. ആദ്യം എ ആയിരിക്കും അതിന്റെ മാക്സിമത്തില്. പിന്നെ എ ഇങ്ങനെ കുറഞ്ഞ് എന്തിലോട്ട് വരും? 1 വരും. അപ്പൊ ആദ്യം ആരില്ല? ബി ഇല്ല. ബി പിന്നെ അങ്ങോട്ട് പോകുന്നതോറും കൂടി പോയി ഏറ്റവും അവസാനം ബി അതിന്റെ മാക്സിമം ആയിട്ട് വരും. എ പ്ലസ് ബി ഓൾ റേസ് ടു n ആലോചിക്കുക. എ പ്ലസ് ബി ഓൾ റേസ് ടു n എക്സ്പാൻഷനിൽ ഫസ്റ്റ് ആളില് എ അതിന്റെ മാക്സിമം ആയിരിക്കും, ബി അവിടെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ പോയി എന്താ, ഏറ്റവും അവസാനം ബി അതിന്റെ മാക്സിമം ആയിരിക്കും, എ അവിടെ ഒന്നും ഉണ്ടാവില്ല. ക്ലിയർ? ഇനി എ മൈനസ് ബി ഓൾ റേസ് ടു n അതെന്താ, ഡിഫറൻസ് എന്താ? ഈ എ പ്ലസ് ബി ഓൾ റേസ് ടു n ഞാൻ ഇങ്ങനെ എഴുതി, എ പ്ലസ് ബി ഓൾ റേസ് ടു n എന്നതിന് പകരം എ പ്ലസ് മൈനസ് ബി ഓൾ റേസ് ടു n എന്നാക്കി എഴുതി. അങ്ങനെ വരുമ്പോൾ ഇവിടെ ആരില്ല എന്ന് പറഞ്ഞു? ബി ഇല്ല. ഇവിടെ ബി വരുമ്പോൾ എന്ത് വരുന്നു? വെറും ബി ആണോ വരാ? അല്ല, മൈനസ് ആയിരിക്കും. അപ്പൊ ഇവിടെ മൈനസ്. അപ്പൊ ഇങ്ങനെ ഇത് ഒരു ഫ്ലോ പോലെ പോവാണെങ്കിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് എന്താ, പ്ലസ് മൈനസ് അങ്ങനെ പോവും. അതാണ് എ മൈനസ് ബി ഓൾ റേസ് ടു n എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. Write the expansion of x square plus 3/x all raised to 4. എഴുതിയോ? സെറ, ഹാദിയ, ബേസിൽ, ഓക്കെ, ഇത് ചെയ്തു നോക്കിയേ വേഗം. ആദിൽ, ഹാദിയ, രണ്ട് ഹാദിയ ഉണ്ടല്ലേ? ഓക്കെ, ഹാദിയ പി, ഹലോ. ഓക്കെ, അപ്പോ ഒന്നുകില് ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്ന എന്താ, എങ്ങനെ എഴുതാ? ആദ്യം ഇത് x സ്ക്വയർ പ്ലസ് 3/x ഓൾ റേസ് ടു 4 എന്നാണ്. നിങ്ങൾ ഡയറക്റ്റ് പോയി അങ്ങനെ എഴുതുകയാണെങ്കിൽ നിങ്ങളുടെ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനെ എ പ്ലസ് ബി ഓൾ റേസ് ടു 4 ആണെങ്കിൽ എന്ത് ചെയ്തു നോക്കാം. അതായത് 4C0 n എന്ന് പറഞ്ഞാൽ എന്താ അവിടെ? 4 ആണ്. അപ്പോ 4C0 പിന്നെ ആരായിരിക്കും മാക്സിമം? ഫസ്റ്റ് എ ആയിരിക്കും. എ റേസ് ടു
4 അവിടെ ആരുണ്ടാവില്ല, ബി ഉണ്ടാവില്ല. പ്ലസ് NC1 എ അവിടെ കുറഞ്ഞു വരുന്നു പവർ, അതേസമയം ബി അവിടെ കടന്നു വരുന്നു. പ്ലസ് 4C2 എ സ്ക്വയർ ബി കൂടി, പ്ലസ് 4C3 എ ബി ക്യൂബ്, പ്ലസ് 4C4 അവിടെ എ ഉണ്ടാവില്ല, ലാസ്റ്റ് ആയ എ ഉണ്ടാവില്ല, ബി അതിന്റെ മാക്സിമം. ക്ലിയർ? ഇനി എന്ത് ചെയ്യാം? എക്സ് സ്ക്വയർ പ്ലസ് 3/x ഓൾ റേസ് ടു 4 4C0. അപ്പൊ ആദ്യം ഇത് കണ്ടുപിടിച്ചു. ഷാഹിദ് 4C0 നോക്ക, ഇവിടെ എന്നിന്റെ എണ്ണം എത്രയാ? 4. 4 ആണെങ്കിൽ ഒന്നുകിൽ കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കുക. 4C0 NC0 ഓൾവേസ് 1. അപ്പോ എന്ത് വന്നു? എ റേസ് ടു 4 പ്ലസ് 4C1 NC1 ഈസ് ഓൾവേസ് n. അപ്പൊ എന്ത് വന്നു? 4 a ക്യൂബ് ബി പ്ലസ് അടുത്ത 4C2 എത്രയാ? 4C2 വാല്യൂ എത്രയാ? 6 a സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് 4C3 എന്ത് വന്നു? 4C3 is equal to 4C1 ആയിരിക്കും. അപ്പൊ നമുക്ക് അഗെയിൻ 4 വരും, a b ക്യൂബ് ആൻഡ് ഫൈനലി 4C4 NCN is always 1 b raised to 4. കേട്ടോ? ഇതില് എന്ത് ചെയ്യാം? അപ്പൊ ഇതാണ് നമ്മുടെ a പ്ലസ് ബി ഓൾ റേസ് ടു 4ന്റെ ഫൈനൽ ആൻസർ. ഇതില് നമ്മൾ എന്ത് ചെയ്യാം? എക്സ് സ്ക്വയർ പ്ലസ് 3/x ഓൾ റേസ് ടു 4 എക്ക് പകരം എക്സ് സ്ക്വയർ ഇട്ട് കൊടുക്കുക. എന്താ ചെയ്യേണ്ടത്? ഇവിടെ എക്ക് പകരം എക്സ് സ്ക്വയറും ബിക്ക് പകരം 3/x ഇട്ട് കൊടുക്കുക. എവിടെ? ഇവിടെ. അപ്പൊ എക്സ് സ്ക്വയർ ഓൾ റേസ് ടു 4 ഇൻറ്റു എ ക്യൂബ് बी मुझे नहीं मालूम 3/x ഓൾ സ്ക്വയർ ഇതാണ് സാർ പ്ലസ് 4 ഇൻറ്റു ബി ക്യൂബ് 3/x ഓൾ ക്യൂബ് പ്ലസ് 3/x ഓൾ റേസ് ടു 4. ഓക്കെ, ഇനി എന്ത് ചെയ്യാ? എക്സ് സ്ക്വയർ ഓൾ റേസ് ടു 4 എന്ത് വരും? പവർ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ? നിഹാൽ പവർ മൾട്ടിപ്ലൈ ചെയ്യുക. സോ എന്ത് വന്നു? 4 ഇൻറ്റു 2 8 എക്സ് റേസ് ടു 8 പ്ലസ് ഇവിടെ നോക്കാം, ഇവിടെ 4 ഇൻറ്റു ഇവിടെ എന്ത് വന്നു? പവർ മൾട്ടിപ്ലൈ ചെയ്യുക. 3 ഇൻറ്റു 2 6 ആണ്, ഇൻറ്റു 3/x പ്ലസ് 6 ഇൻറ്റു എക്സ് റേസ് ടു 4 ഇൻറ്റു 9/x സ്ക്വയർ. എന്തുകൊണ്ടാ 3/x ഹോൾ സ്ക്വയർ എന്ന് വെച്ചാല് 3² സ്ക്വയർ. ഇനി പ്ലസ് താഴെ 4 ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു 3/x ഓൾ റേസ് ടു 3 എന്ന് വെച്ചാൽ എന്താ? 3 ക്യൂബ് 27/x ക്യൂബ് പ്ലസ് 3/x ഓൾ റേസ് ടു 4 എന്താ? 27 ഇൻറ്റു 3 is 81/x റേസ് ടു 4. നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാനുണ്ടോ നോക്കാം. അതായത് താഴത്തെ എക്സ് ഇവിടുത്തെ 6x ഒരെണ്ണം പോയാൽ ബാക്കി 5x, ഇവിടെ ബാക്കി 2x, ഇവിടെ താഴെ എക്സ്. ഫൈനൽ ആൻസർ എന്ത് കിട്ടി? എക്സ് റേസ് ടു 8 പ്ലസ് 4 ഇൻറ്റു 3 12 എക്സ് റേസ് ടു 5 അവിടെ 9 ഇൻറ്റു 6 54x സ്ക്വയർ. ഇനി ഇവിടെ 27 ഇൻറ്റു 4 എത്രയാ? 108 അല്ലെ? 108/x പ്ലസ് 81/x റേസ് ടു 4. ക്ലിയർ? ഇനി ചുമ്മാ ഒരു ചോദ്യമാണ്. ഇപ്പൊ ഒരു എന്താണ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വന്നപ്പോ എനിക്കിവിടെ വെറുതെ 54 എന്ന് വന്നു. ഓക്കെ, ഇതാണ് എന്റെ ഉത്തരം എന്ന് വിചാരിക്കുക, ഏതോ ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ. അപ്പൊ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക. അതായത്
വിച്ച് ടേം ഈസ് ദി ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് എന്ന് ചോദിക്കാം. ഇൻഡിപെൻഡന്റ് മീൻസ് എന്താ? എക്സ് ഇല്ലാത്ത ടേമിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് എന്ന് ചോദിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാ? 54 എന്ന് എഴുതാം. അതായത് വിച്ച് ടേം ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്. എക്സ് ഇല്ലാത്ത ടേമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ 54 എന്ന് എഴുതാം. ക്ലിയർ? ഇത് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതാം. ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഷോ ദാറ്റ് 9 raised to n plus 1 minus 8n minus 9 is divisible by 64. ശ്രീരാജ് എഴുതിയോ? ഓക്കെ, ഇതിനെ എങ്ങനെ ചെയ്യാം? നമുക്ക് ഈ ഒരു ടേം 64നെ ഡിവൈഡ് ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയാവുന്നതാണ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ നമ്മളിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പോവാണ്. ലൈക്ക് 9 raised to n plus 1 minus 8n minus 9 എന്ന് പറയുന്നത്, ഇയാളെ ഞാൻ 9 എന്ന് പറയുന്ന ടേമിനെ ഞാൻ 1 plus 8 all raised to മീൻസ് 9ന് പകരം 1 plus 8 എന്ന് എഴുതി minus 8n minus 9. ക്ലിയർ? അപ്പൊ ഞാൻ ഈ പറയുന്ന 1 plus 8നെ എന്ത് ചെയ്യാൻ പോവാണ്? എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പോവാണ്. 1 plus 8നെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പോവാണ്. അതായത് ഇയാളെ എ പ്ലസ് ബി ഓൾ റേസ് ടു എൻ ആക്കി എഴുതാൻ പോവാണ്. അപ്പൊ എന്ത് വരും? എ പ്ലസ് ബി ഓൾ റേസ് ടു എൻ ആക്കി എഴുതാം. അപ്പോ എൻ സി 0, അതായത് എൻ സി ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ എന്താ? എൻ പ്ലസ് 1 ആണ്. അത് ആലോചിക്കാം കേട്ടോ. എൻ സി 0, പിന്നെന്താ? എ റേസ് ടു അതിന്റെ മാക്സിമം, അതായത് ഇവിടെ 1 ആണല്ലോ ഇവിടുത്തെ. എ റേസ് ടു എൻ. അപ്പൊ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, ഇവിടെ എന്ത് എഴുതേണ്ട ആവശ്യമില്ല. ഈ 1 വെച്ചിട്ട് കളിക്കേണ്ട ആവശ്യമില്ല. എ വെച്ച് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല ശരിക്കും. കാരണം എന്താ? 1 വെച്ച് മീൻസ് 1 റേസ് ടു എന്ത് സാധനം വന്നാലും എന്തായിരിക്കും? ഓൾവേസ് 1 ആയിരിക്കും. അതുകൊണ്ട് അത് എഴുതി സമയം കളയേണ്ടെന്നാണ് ഞാൻ പറയുള്ളൂ. ബിയുടെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. അപ്പൊ ഫസ്റ്റ് ടേമിൽ ആരുണ്ടാവില്ല? ബി ഉണ്ടാവില്ല. ഇനി അടുത്തത് എൻ സി 1, അവിടെ പിന്നെ ആരോ വന്നു? ബി അവിടെ കടന്നു വരാണ്. 8 പ്ലസ് എൻ പ്ലസ് 1 സി 2 ഇൻറ്റു 8, 8ന്റെ പവർ കൂടി കൂടി വന്നു 8 സ്ക്വയർ പ്ലസ് എൻ പ്ലസ് 1 സി 3 8 ക്യൂബ്. അങ്ങനെ അങ്ങനെ പോയി. പിന്നെ എന്താ അവസാനം? എൻ സി എൻ പ്ലസ് 1 8 റേസ് ടു എൻ പ്ലസ് 1 ആയി. ഓക്കെ, ഇതിന് മുൻപ് വേണമെങ്കിൽ ഒരു ടേം കൂടി എഴുതിക്കോ. എൻ സി എൻ എൻ പ്ലസ് 1 സി എൻ 8 റേസ് ടു എന്ത് വരും? എൻ. ഇങ്ങനെ പോയി അവസാനം എൻ പ്ലസ് എൻ പ്ലസ് 1 സി എൻ പ്ലസ് 1 എന്ന് പറയുന്നത് 8 റേസ് ടു എൻ പ്ലസ് 1 എന്നായിട്ട് മാറും. അത് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ടേമാണുള്ളത്. ഇങ്ങനെ വരും. ഇനി നിങ്ങൾ നോക്കുക, ഈ മുകളിലെ ഒന്ന്
ഈ എല്ലാ ടേമിലും എന്തുണ്ട്? ഇങ്ങനെ പോയി പോയി അവസാനത്തെ ഈ ടേം വരെ നോക്കാം. n+1 C3 n+1 C1 വരെ. ഈ ടേം വരെ നോക്കാം. അപ്പൊ ഈ ഒരു എക്സ്പാൻഷനില് ഫസ്റ്റ് n+1 C0 നോക്കാം. n+1 C0യില് എന്താണ്? ഈ ടേം 1 ആയിരിക്കും എപ്പോഴും. എന്താണ്? 1 ആണ് വരുന്നത്. സോ 1 പ്ലസ് അടുത്തത് നമ്മുടെ എയിം എന്ന് പറയുന്നത് ഈ ഒരു സംഭവത്തിന് നമുക്ക് 64 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവിസിബിൾ ബൈ 64 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഓക്കെ 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 അതായത് ഈ 64 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഇത്രയും കേസുകൾ ഇവിടെ മുതൽ എന്താ 8 സ്ക്വയറുകൾ ഉണ്ട്. അതായത് 8 സ്ക്വയർ ഉണ്ട്, 8 ക്യൂബ് ഉണ്ട്, അങ്ങനെ അങ്ങനെ പോയി 8ന്റെ പവറുകളായിട്ട് വരുന്ന. അപ്പൊ അതിൻ്റെ ഉള്ളിൽ എന്തായാലും എന്തുണ്ടാവും? 8 സ്ക്വയറുകൾ ഉണ്ടാവും. അതായത് 64 ഉണ്ടാവും. അപ്പൊ ഇവിടെ മുതലുള്ള ടേമിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? 8 സ്ക്വയർ അതായത് 64 പുറത്തെടുക്കുകയാണെങ്കിൽ 864 ഇൻറ്റു എന്ത് ചെയ്താലും ആ ടേമിനെ 64 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂലോ. 64 ഇൻറ്റു ബാക്കി എന്താണെങ്കിലും ഇപ്പൊ 64 ഇൻറ്റു ഒരു എക്സ് ആയിരിക്കും. ആ എക്സിന് ഈ എൻ്റെ ഒരു സാധനത്തിന് 64 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂലോ. അപ്പൊ എനിക്ക് റിമൈനിങ് ഒരു സാധനം കിട്ടൂലോ. കിട്ടും. അപ്പോൾ ഇവിടം വരെയുള്ള ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അങ്ങനെ 8 സ്ക്വയർ ഔട്ട്സൈഡ് എടുക്കാൻ പോവാണ്. ക്ലിയർ? അങ്ങനെ ഔട്ട്സൈഡ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ബാക്കി മുൻപിലുള്ള ഈ 9n+1 എന്ന് പറയുന്ന ആളിനെ അവിടെ നിർത്തിയാൽ ഈ രണ്ടാൾക്കാർ ഇങ്ങോട്ട് പോകും. അതായത് 8n പ്ലസ് 9 എന്താണ്? ഈ രണ്ടാൾക്കാർ ഇങ്ങോട്ട് പോകും. അപ്പോ 8n പ്ലസ് 9 അവിടെ വന്നു. സോറി 9 വന്നു. ബാക്കി ഈ എൻറ്റയർ ടേമിൽ എന്തുണ്ട്? സോറി ബാക്കി ഈ എൻറ്റയർ ടേമിൽ എന്തുണ്ട്? ഈ പറയുന്ന 8 സ്ക്വയർ ഉണ്ട് അല്ലെ? 8 സ്ക്വയർ ഈ ഒരു ടേം മാത്രം ഉണ്ടാൻ പറയുന്നത്. ഈ 1 വെയിറ്റ് അവിടെ നിർത്തിയാൽ എൻ്റെ ടേമിൽ എന്തുണ്ട്? 8 സ്ക്വയറുകളുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ എൻ്റെ ടേമിൽ 8 സ്ക്വയർ ഉള്ളത് കൊണ്ട് നമുക്ക് അത് 64ന്റെ ഡിവിസിബിൾ ആണെന്ന് പറയാം. ക്ലിയർ? ഓക്കെ, അത് എക്സാമിന് ഒരു വർഷം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ജസ്റ്റ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ. ബാക്കി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്തിനുണ്ട്? ക്യാപ്സ്യൂളിൽ ഓരോ സ്റ്റെപ്പായിട്ട് കൂടുതൽ സ്റ്റെപ്പായിട്ട് ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുമില്ല, 64ന്റെ ഡിവിസിബിൾ ആണെന്ന് പറയണമെങ്കിൽ ആ 64 എന്തുകൊണ്ടാണ് ഡിവിസിബിൾ ആണെന്ന് പറയുന്ന ആ എൻറ്റയർ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഡിവിസിബിൾ ആണെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സാധനത്തിന് അവിടെ ഔട്ട്സൈഡ് നിർത്തിയാൽ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന എല്ലാവരും ഈ പറയുന്ന നമ്പറിനെ ഇപ്പോൾ 64 കേസ് എടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ക്ലിയർ? ഓക്കെ, സോ എന്താണ് എക്സാം എഴുതപ്പോ ജസ്റ്റ് മുൻപ് ഈ 2 ചാപ്റ്റേഴ്സ് വേഗം ഒന്ന് ഓടിച്ചു നോക്കാം. ഈ 2 കാര്യങ്ങളിൽ പറയുന്നുള്ളൂ. ഏത് ക്വസ്റ്റ്യൻ തന്നാലും എന്ത് ചെയ്യുക? ആദ്യം അതിനെ ഞാൻ തെറ്റാതെ എഴുതാൻ പറ്റണമെങ്കിൽ ഇങ്ങനെ ആദ്യം എഴുതാം. ഇങ്ങനെ എഴുതി എഴുതി അവസാനം ഒരു സിമ്പിൾ ഫോം ആക്കി എടുക്കുക. എന്നിട്ട് അതിലോട്ട് എന്ത് ചെയ്യുക? എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങളുടെ തെറ്റാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അല്ലാതെ ഡയറക്റ്റ് നിങ്ങൾ ഇവിടെ ഇങ്ങനെ 4c0 x² അങ്ങനെ എഴുതി പോയാൽ എഴുതുന്നവർക്ക് എഴുതാം, നല്ലപോലെ പ്രാക്ടീസ് ഉള്ളവർക്ക് എഴുതാം. അല്ലെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഞാൻ എപ്പോഴും ഇങ്ങനെ എഴുതിയിട്ട് അവസാനം അതിലോട്ട് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ക്ലിയർ? പിന്നെ എത്ര ടേംസ് ഉണ്ടെന്ന് പറഞ്ഞാൽ n+1 ടേം ഉണ്ടാവും. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഓക്കെ, സിമ്പിൾ ആണ്. എന്താ ഇത് എടുക്കുകയാണെങ്കിൽ നോക്കാം. ഇവിടെ എന്താ? x+9/10 ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ
എ പ്ലസ് ബി ഓൾ റേസ് ടു എൻ ആണോ എന്ന് നോക്കുക. ഈ ഒരു ഫോർമാറ്റിൽ ഒരു സാധനം പ്ലസ് ബി ഓൾ റേസ് ടു ഒരു എൻ അങ്ങനെയാണോ ചോദ്യം എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഒന്ന് കൂടുതലായിരിക്കും നമ്പർ ഓഫ് ടേംസ്. അതായത് ഇവിടെ 10 ആണെങ്കിൽ പവർ 10+1 11 ടേം ഉണ്ട്. ആദ്യം ഈ ഒരു ഫോർമാറ്റ് അല്ലേ എന്ന് നോക്കുക. അല്ലെങ്കിൽ അങ്ങനെ ആക്കി മാറ്റിയിട്ട് വേണം എന്ത് ചെയ്യാൻ? എത്ര ടേം ഉണ്ടെന്ന് എഴുതാനായിട്ട്. ഇത്രയും ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. റിമൈനിങ് എല്ലാം സെയിം ആണ്. ക്ലിയർ? അപ്പൊ എക്സാം നിങ്ങൾ നോക്കുക. എക്സാം ആക്ടിവേറ്റ് ആണ്. എക്സാം എഴുതിക്കോളൂ കേട്ടോ. എക്സാം ഓക്കെ. ഇപ്പൊ തന്നെ എക്സാം വരും, പേടിക്കരുത്. എല്ലാവരും എക്സാം എഴുതാം. ക്വസ്റ്റ്യൻസ് ഇതാണ്. ഈ തുടങ്ങിക്കോളൂ കേട്ടോ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ടാവും. അപ്പൊ എഴുതാം. ഒന്ന് ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? Find the number of words with or without meaning which can be made by all the letters of the word. ഗംഗ എന്ന് പറയുന്ന ആ ഒരു വേർഡ് മീൻസ് ആ ഒരു വേർഡ് കൊണ്ട് എത്ര മീൻസ് ഈ പറയുന്ന ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് എത്ര വേർഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ടോട്ടൽ n കണ്ടുപിടിക്കുക, റിപ്പീറ്റ് ചെയ്യുന്ന നോക്കാം. ഓർമ്മ
കഴിഞ്ഞോ?
കഴിഞ്ഞോ? കഴിഞ്ഞു. 9:15 ആവുമ്പോ നിർത്താട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഏതാ ക്യാപ്സ്യൂളിലോ കോറിലോ കണ്ട ആ കാർഡ്സിന്റെ പ്രോബ്ലം ഞാൻ വെച്ചിട്ടുണ്ട്. അത് പഠിക്കാൻ ഞാൻ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഇട്ടില്ല, ഞാനത് ഇട്ട് പോയതാണ്. കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ പാരന്റ്സ് എവിടെ? നിങ്ങളൊക്കെ ബിലോ ബിലോ. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നിലെ a part. Find the number of words with or without meaning which can be made by using all the letters of the word Ganga. അല്ലെ, അപ്പൊ ഗംഗയില് 1 2 3 4 5 5 ആൽഫബറ്റ്സ് ഉള്ള. സോ 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എ 2 തവണ വരുന്നുണ്ട്. അപ്പോ 2 ഫാക്ടോറിയൽ ആൻഡ് ജി 2 തവണ വരുന്നുണ്ട്. എഗെയിൻ 2 ഫാക്ടോറിയൽ. സോ 3 into 4 into 5 എന്ന് എഴുതാമെങ്കിൽ 2 ഫാക്ടോറിയൽ ഇൻറ്റു അത് ഇത് പോയി, ബാക്കി 2 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 4ൽ 2 തവണ. സോ 30 ആയിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. ക്ലിയർ? 30. ഇനി സെക്കൻഡ് ബി പാർട്ടിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. എന്താ? 1/8 ഫാക്ടോറിയൽ എൻ്റെ ഇക്വേഷനെ 10 ഫാക്ടോറിയൽ മൾട്ടിപ്ലൈ ചെയ്താൽ x ഈക്വൽ ടു 100 എന്ന് കിട്ടും. Clear? Then second, write the expansion of x square plus 3 by x all raised to 4. Again നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോബ്ലം ആണ്. എന്താ? a plus b all raised to n വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ ഇത് വരും. ഫൈനൽ ആൻസർ x raised to 8 plus 12x raised to 5 plus 54x square plus 108 by x plus 81 divided by x raised to 4 എന്ന് കിട്ടും. ക്ലിയർ? ചെക്ക് ചെയ്യാം. കിട്ടി? അപ്പോ ഏത് ക്വസ്റ്റ്യൻ ആണ്? ഇത് 1 മാർക്ക് കൊടുക്കുക, ഇതിന് 2 മാർക്ക് കൊടുക്കുക, ഇതിന് ഡയറക്റ്റ് 3 മാർക്ക്. ഇനി the number of terms in the expansion of x square minus 2x plus 1 raised to 20. അത് നോക്കുക. അതെന്താ ചെയ്യേണ്ടത്? നമ്മള് ഈ എക്സ് സ്ക്വയർ മൈനസ് 2x plus 1 എന്ന് പറയുന്ന ആള് നമുക്ക് എങ്ങനെയാ
അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. സോ അതിനെ നമുക്ക് x-1 എന്ന് എഴുതിക്കൂടെ? x-1 ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ് ഈ പറയുന്ന x²-2x+1. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാനൊന്ന് റീറൈറ്റ് ചെയ്ത് എഴുതാൻ പോവാ. all raised to 20 എന്ന് പറഞ്ഞാൽ this is all raised to 20. That means x-1 all raised to 2 into 20 is 40. അപ്പൊ നമ്മുടെ ഈ ഒരു കാര്യം x-1 all raised to 40 എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് എങ്കിൽ +1 n+1 ടേംസ് ഉണ്ടാവും. ദാറ്റ് മീൻസ് 41 ടേംസ് ഉണ്ടാവും. ക്ലിയർ? അപ്പൊ അതിനെന്ത് ചെയ്യുക? 1 മാർക്ക് കൊടുക്കുക. ഇനി ബി പാർട്ട് നോക്കുക. ദ 8th ടേം ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് √2 + √3 all raised to 7 എന്ന് പറയുന്നത് എത്രയാണ്? അതായത് ഞാൻ പറഞ്ഞു 8th ടേം അല്ലെ, 8ാമത്തെ ടേം എന്ന് പറയുന്നത് എത്രയാണ്? അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചു TR+1 എന്ന് പറയുന്നത് എന്താ? TR+1 is equal to, ഇയാളെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അതായത് ഞാൻ പറഞ്ഞു ഇവിടെ ടി 8 ആണ്. അപ്പൊ ഇവിടെ R എന്ത് വരണം? 7 വരണം അല്ലെ? അപ്പോ NCR TR+1 NCK A raised to n-k B raised to k എന്ന് എഴുതാൻ പറ്റും. ആണല്ലോ? അങ്ങനെയാണെങ്കിൽ T7+1 എന്ന് പറയുന്നത് 7CK A raised to 7-k B raised to k. നോക്കാം. ഇനി നമ്മുടെ എയും ബിയും കാര്യങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇവിടെ കെ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ചോദ്യം എവിടെയാണ്? ഓക്കെ, ഒന്നുകിൽ കെ എന്ന് എഴുതാണെങ്കിൽ അങ്ങനെ വരും. ഞാനിവിടെ 6 ഉപയോഗിച്ച ഇവിടെ 6 വരും. സോറി, ഞാൻ ഇക്വേഷനിൽ നിങ്ങൾക്ക് എഴുതി തന്നിരിക്കുന്നത് കെ ആണ്. ഞാനിവിടെ 6 വെച്ച് എടുക്കുകയാണെങ്കിൽ വാട്ടർ കെയോ 6 എന്ത് വേണേലും ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ, നമ്മളിവിടെ 6 എന്ന് പറയുന്നത് തന്നെ അല്ലെ. അപ്പൊ 7n എന്ന് പറയുന്നത് എന്താ? ഇതാണെങ്കിൽ n എന്ന് പറയുന്നത് 7 ആണ്. സോ 7C7 A raised to A എന്ന് പറയുന്ന ആള് എന്താ? √2, B എന്ന് പറയുന്ന ആള് √3. സോ √2 all raised to 7 - 7 into √3 raised to 7. ക്ലിയർ ആയല്ലോ? നമ്മുടെ ചോദ്യം √2 + √3 all raised to 7 ആയിരുന്നു. അവിടെ A എന്ന് പറഞ്ഞാൽ √2 ആണ്, B എന്ന് പറഞ്ഞാൽ √3 ആണ്, ആൻഡ് n എന്ന് പറഞ്ഞാൽ 7 ആണ്. സോ TR+1 is equal to NCR into A raised to n-r B raised to r ആണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ. അങ്ങനെയാണെങ്കിൽ n-നും r-നും a-ക്കും b-ക്കും നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 7C7 is 1. സോ 1 into √2 all raised to 0 and into √3 raised to 7 എന്ത് വന്നു? √3 raised to 7. ജസ്റ്റ് കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കുക. √3 all raised to power 7 അടിച്ച് എന്ത് വരും? ഒന്നുകിൽ കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കുക, അല്ലാണ്ട് എങ്ങനെ ചെയ്യാം? √3 all raised to 7 എങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും? √3 എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഇയാൾ ഇങ്ങനെ എഴുതാൻ പോവാ. √3 raised to 6 into √3 എന്ന് എഴുതിക്കൂടെ? ഇനി ഈ √3 എന്ന് പറഞ്ഞ ആളെന്താ? 3 raised to ½ ആണ്, അറിയാലോ, 6. ഇനി ഇതെന്ത് ചെയ്യാ? 6 into 1/2 എന്ത് വന്നു? 3 വന്നു. കഴിഞ്ഞു. 27 √3 വരും. 27 √3 എന്ന് വരും. ക്ലിയർ? സോ ദി കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ അത് അയച്ചു. സോ ഓക്കെ
27√3 എന്ന് കിട്ടി. ആൻഡ് ഓക്കെ, സോ അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ നോക്കാം. NC9 NC8 അങ്ങനെയാണെങ്കിൽ NC17 എത്രയാണ്? സോ NCX ഈക്വൽ ടു NCY ആണെങ്കിൽ N ഈക്വൽ ടു X+Y എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി പഠിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ N എന്ന് പറഞ്ഞാൽ 8+9 വരും, which is N is 17. So 17C17 is 1. Clear? അടുത്തത് ഹൗ മെനി കോഡ്സ് ക്യാൻ ബി ഡ്രോൺ? എഗെയിൻ നമ്മൾ ഇവിടെ ചെയ്ത പ്രോബ്ലം ആണ്. എന്ത് വരും? ആൻസർ എന്ത് വരും? 210 വരും. അതായത് 21C2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. Clear? Find the number of arrangements of the letter of the word independence in how many of these arrangements do the vowels start with P? P വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ എന്ത് വരും? P വെച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുന്നത്. സോ ടോട്ടൽ N നോക്കാം. ഇത് ഞാൻ മാറ്റിയാണേ. അപ്പോ ഇൻഡിപെൻഡൻസിൽ N എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 അല്ലെ? ഇനി I എത്ര തവണ വരുന്നുണ്ട്? 1. N 3 തവണ വരുന്നുണ്ട്. D 2 തവണ വരുന്നുണ്ട്. E 4 തവണ വരുന്നുണ്ട്. P 1 തവണ വരുന്നുണ്ട് അല്ലെ? ആണോ? കഴിഞ്ഞോ? സിയും പിയും E4 N3 D2 I1 കറക്റ്റ് അല്ലേ? കറക്റ്റ് ആയി അല്ലേ? സോ നമുക്കിനി എന്ത് ചെയ്യാം? ഡു ദി വേർഡ്സ് സ്റ്റാർട്ട് വിത്ത് P. P വെച്ച് ടോട്ടൽ അറേഞ്ച്മെന്റ്സ് കണ്ടുപിടിക്കുക നമുക്കിവിടെ ആവശ്യമുണ്ട്. സോ 12 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ത് വരും? എത്ര കിട്ടിയേ? ഒന്ന് കമന്റ് ചെയ്തേ. 1 6 6 3 എത്രയാ? 200 അല്ലേ? ഇതാണ് വരുന്നത് അല്ലെ? അതവിടെ നിൽക്കട്ടെ. ഡു ദി വേർഡ് സ്റ്റാർട്ട് വിത്ത് P. P വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ എന്ത് വരും? P വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ ബാക്കി എത്ര പേര് കാര്യം നോക്കണം? 1 2 3 4 5 6 7 8 9 10 11 11 പേരുടെ കാര്യം നോക്കണം. സോ 11 ഫാക്ടോറിയൽ ബൈ എഗെയിൻ ഇവിടെ ഓരോ തവണ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർ ഏതൊക്കെയാ? 4 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ അല്ലെ? ഇതെല്ലാം കൂടെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ എന്ത് കിട്ടും? 138,600 കിട്ടും അല്ലേ? ഇനി സെക്കൻഡ് പാർട്ട് നോക്കാം. ഡു ദി ഓൾ വൊവൽസ് ഓൾവേസ് ടുഗദർ. അതായത് വൊവൽസ് എല്ലാം ഒരുമിച്ച് വരണം അല്ലെ? ഇവിടെ വൊവൽസ് ആയിരിക്കുക I 1 തവണയുണ്ട്, E 4 തവണയുണ്ട് അല്ലെ? അപ്പോ I 1 തവണ E 4 തവണ. അപ്പൊ ഇവിടത്തെ കേസ് എടുക്കുകയാണെങ്കിൽ 1 2 3 4 5 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ആണ്. ഇൻറ്റു ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം നോക്കുകയാണെങ്കിലോ ബാക്കി 1 2 3 4 5 പേര് 12 5 പോയ 7, പിന്നെ ഇതെല്ലാം കൂടി 1 നാളെ 8. അപ്പോ 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ അഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർ നോക്കുക. ആരാ? N 3 തവണ, D 2 തവണ. ഓക്കെ, ഇതെല്ലാം ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ നമുക്ക് ഓരോന്ന് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഇവിടെ 4 ഫാക്ടോറിയൽ ഇൻറ്റു 5 ആണ്. ഇവിടെ ബാക്കി ഇവിടെ 5 വരുന്നുണ്ട്. പിന്നെന്താ? അപ്പൊ എത്ര കിട്ടി? ഇതിന് ആൻസർ എന്ത് വരും? എത്ര കിട്ടിയ? യെസ്, 16,800 കിട്ടും. ത്രീ 360 ഇൻറ്റു 5 ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അതിനെ മതി. അപ്പൊ അതിനൊരു തീരുമാനം അല്ലെ? അപ്പൊ 16800. അപ്പൊ ഇതെല്ലാം കറക്റ്റ് ആയ ആരെങ്കിലും ഉണ്ടോ? ഫുള്ള് കിട്ടിയ ആരെങ്കിലും ഉണ്ടോ?
കാൽക്കുലേഷൻസ് ശ്രദ്ധിക്കുക. ഫുള്ള് കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? യെസ്, ആദ്യക്ക് ഫുള്ളുണ്ട്. ഓക്കെ, ടൈപ്പ് ചെയ്തപ്പോൾ മാറിയതാണ്. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റിന് ഇതിന് 1 മാർക്ക്, ഇതിന് 1 മാർക്ക്, ഇതിന് 2 മാർക്ക്. കിട്ടി. ക്ലിയർ? അപ്പോ നോക്കുക, നോട്ട്സിലുള്ള തേർഡ് ക്വസ്റ്റിന് അവിടെ 1 മാർക്ക്, താഴത്തേന് 2 മാർക്ക്. ക്ലിയർ? അപ്പോ തെറ്റിയത് എവിടേക്ക് നോക്കുക, അത് തിരുത്ത. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടോ? അപ്പൊ നെക്സ്റ്റ് ഡേ ഏത് ചാപ്റ്റർ വേണ്ടേ? ഞാൻ ചോദിക്കില്ല, ഞാൻ അത് ഓൾറെഡി ഇട്ട് വെച്ചു. സ്ട്രെയിറ്റ് ലൈൻസ്. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെ പെൻഡിങ് ഉള്ള, ഏതൊക്കെ ചാപ്റ്റേഴ്സ് പെൻഡിങ് ഉള്ള? 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 ഉണ്ട്, കോംപ്ലക്സ് കഴിഞ്ഞു, 5 ഉണ്ട്, 6 കഴിഞ്ഞു, 7 കഴിഞ്ഞു, 8 കഴിഞ്ഞു, 9 ഉണ്ട്, 10 ഉണ്ട്, 11 ഉണ്ട്, 12. ഇത്ര ചാപ്റ്റേഴ്സ് ആണ് പെൻഡിങ് ഉള്ളത്. ക്ലിയർ? നമുക്ക് വേഗം വേഗം എടുത്തു. ഇതും ചെറിയ ചാപ്റ്റേഴ്സ്, അത് നമുക്ക് വേഗം തീർക്കും. ക്ലിയർ? അപ്പോ എന്ത് ചെയ്യാ, നെക്സ്റ്റ് ഡേ കാണാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഉഷാറായിട്ടിരിക്കുക. സോ വേറെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കാട്ടോ, ചോദിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യാം. അപ്പോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.